നമ്മുടെ പോക്കറ്റ് കൈയിട്ട് കാശെടുക്കുന്ന കിറുക്കന്മാരെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കിറുക്കനുണ്ടോ? അന്തസ്സായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ്റെ മുകളിലും താഴെയായിട്ട് അത്യാവശ്യം ഒരു ടീമുണ്ടെങ്കിൽ ഒരു മാഫിയം പൊങ്ങിയില്ല. അന്ന് ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ തന്നെയാണ്. അയാളൊരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയാൾ ക്രൈം തെളിയിക്കുമ്പോഴാണ് കട്ടക്ക് കൂട് നിൽക്കും. അത് പ്രത്യേകിച്ച് കൊച്ചിയിലെ പോലീസുകാർ. ഈ വമ്പോട്ടിൻ്റെ പണിയുമുണ്ട്, വമ്പോട്ടിൻ്റെ ബിസിനസ്സുണ്ട് കൊച്ചിയിൽ. എടാ നീ എന്താണ് ഇന്നലെ ഒരു വമ്പോട്ടിൻ്റെ പണിയൊക്കെ കേൾക്കാൻ പോയിട്ട് നീ എന്താ കുറ്റിയിലായില്ലേ? കുറ്റി എന്ന് പറഞ്ഞാൽ ജയിലിൽ. പോക്കറ്റ് കയറ്റി നോക്കിയപ്പോൾ ഒരു 300 രൂപ ഉണ്ട്. ഇതെടുത്ത് ഇവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, പിള്ളേർക്ക് വല്ല ബിസ്ക്കറ്റോ സ്കൂളിൽ പോകാൻ വല്ല ബുക്കൊന്നും കരുതി വാങ്ങിച്ചു, എൻ്റെ വലിയ ഇതേ ഉള്ളതെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട്. ഒരു സിനിമ പോലെ ഉദ്വേഗം നിറഞ്ഞതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർവീസ് സ്റ്റോറി. വിവിധ മനോഭാവമുള്ള ക്രിമിനലുകൾ, കുറ്റകൃത്യങ്ങൾ, സത്യാന്വേഷണം, അങ്ങനെ നീളുന്ന ഔദ്യോഗിക ജീവിതം. 23 വർഷത്തെ പോലീസ് സേനയിലെ ഔദ്യോഗിക ജീവിതം, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മികച്ച സേവനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ അടക്കം നേടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ VS നവാസ് സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാർ നമസ്കാരം. സാർ DYSP ആയിട്ടാണ് സേനയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 23 വർഷത്തിനിടെ പല പ്രമാദമായ കുറ്റകൃത്യങ്ങളിലും VS നവാസ് എന്ന് പറയുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് കേരളം കേട്ടതാണ്. അപ്പോൾ സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തുടക്കം തൊട്ട് നമുക്ക് തുടങ്ങാം. 2003 ഞാൻ സർവീസിൽ കയറുന്നത്. എൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് കേരള പോലീസ് അക്കാഡമിയിലായിരുന്നു. കേരള പോലീസ് അക്കാഡമിയിലെ ആദ്യത്തെ SIമാരുടെ ബാച്ചിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്രൊബേഷൻ തലശ്ശേരിയിൽ അന്ന് തലശ്ശേരി CI ആയിട്ടുള്ള വിക്രം സാറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ IPC കിട്ടി SP ആണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ ട്രെയിനി ആയിട്ടാണ്. പക്ഷേ ധർമ്മടം പോലീസ് സ്റ്റേഷനായിരുന്നു എന്നെ പോസ്റ്റ് ചെയ്തെങ്കിലും എൻ്റെ ജോലി മുഴുവൻ കാര്യം ധർമ്മടം പോലീസ് സ്റ്റേഷൻ താരതമ്യേന ചെറിയ സ്റ്റേഷനാണ്. കേരളത്തിൽ തന്നെ വളരെ പേര് കേട്ട ഒരുപാട് കുറ്റകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് ഇത് തലശ്ശേരി. അപ്പോൾ തലശ്ശേരിയിലാണ് എന്നെ അറ്റാച്ച് ചെയ്ത്, ഞാൻ അവിടെ ആയിരുന്നു. അതിനുശേഷം ഞാൻ കോട്ടയം ജില്ലയിലേക്കാണ് എന്നെ പുഷ് ചെയ്ത്. കോട്ടയം ജില്ലയിൽ വളരെ ഹെവി സ്വഭാവത്തിൽ തന്നെയുള്ള ഒരു സ്റ്റേഷനാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ. കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു 4 മാസത്തോളം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ കുറവിലങ്ങാട് വന്നു, അവിടെ ഒരു 3 മാസത്തോളം ജോലി ചെയ്തു. അതിനുശേഷം എറണാകുളം സിറ്റിയിൽ വന്നു. അപ്പോൾ എറണാകുളം സിറ്റി അന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലുള്ള ഈ തുടക്കക്കാരായുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ എന്താ പറയുക, വളരെ അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. കാര്യം എന്ന് വെച്ചാൽ അന്ന് പല പ്രഗത്ഭന്മാരായിട്ടുള്ള ഇപ്പോൾ മാർട്ടിൻ സാറിനെ പോലെ, അല്ലെങ്കിൽ ബ്രൂസ്ലി എന്നൊക്കെ പറയുന്ന സാറിനെ പോലെയുള്ള, അഷ്റഫ് സാറിനെ പോലെയൊക്കെയുള്ള വലിയ പേരുകേട്ട ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പേരുകളൊക്കെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ അവിടെ പല എന്താ പറയുക, പാലാരിവട്ടം, തമ്മനം, മട്ടാഞ്ചേരി, അതുപോലെ തന്നെ പനങ്ങാട്, നെട്ടൂർ, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണ്ടായുസവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ആലപ്പുഴ ജില്ലക്കാരൻ, ആലപ്പുഴ ചേർത്തലക്കാരനായതുകൊണ്ട് എനിക്ക് ഞാനിത് അറിയുന്ന ഒരാളും കൂടിയാണ്. പിന്നെ ഞാൻ എൻ്റെ പഠന സമയത്ത് തന്നെ പല ജോലികളുമായിട്ട് എറണാകുളം മാർക്കറ്റിൽ ഉൾപ്പെടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം ഒരു പരിധി. അപ്പോൾ എനിക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള താല്പര്യം, എനിക്ക് എറണാകുളത്താണ് ജോലി ചെയ്യാൻ താല്പര്യം എനിക്ക് വലിയ കാര്യമായിട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എറണാകുളം ജില്ലയിൽ ട്രാഫിക്കിൽ ആദ്യം പോസ്റ്റ് ചെയ്തു. 2 മാസത്തിന് ശേഷം എന്നെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്യാൻ. അത് സത്യത്തിൽ ഞാൻ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്തു എന്ന് പറയാവുന്നൊരു പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ. സാറേ, മട്ടാഞ്ചേരിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇപ്പോഴും ഒരു മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ ഒരു പേര് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളും ഒരു പ്രത്യേക സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്ത സർവീസിൽ ഉണ്ടായിരുന്ന ഒരു സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ, പ്രധാന കുറ്റകൃത്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഈ മട്ടാഞ്ചേരി മാഫിയ ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ എറണാകുളത്ത് വേറെ ഏതെങ്കിലും മാഫിയ ആണെങ്കിലും ശരി, ഗുണ്ട മാഫിയ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഡ്രഗ്സ് മാഫിയ ആണെങ്കിലും ശരി, അന്തസ്സായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ്റെ മുകളിലും താഴെയായിട്ട് അത്യാവശ്യം ഒരു ടീമുണ്ടെങ്കിൽ ഒരു മാഫിയം പൊങ്ങില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളെയൊക്കെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ, 5 അടി ഒരു കഷ്ടി 6.5 ഇഞ്ച് 7 ഇഞ്ചുള്ളൊരു മനുഷ്യൻ. അല്ലാണ്ട് നമ്മളിപ്പോൾ കിരീടം സിനിമയിൽ കിരിക്കാടൻ ജോസിനെ പോലെ മുട്ടുവരെ നീണ്ട കാലും 6.25 അടി പൊക്കുന്നുള്ള ഒരാളൊന്നുമില്ല. എന്നെപ്പോലൊരാൾക്ക് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്ന നിയമമാണ്, എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഈ കാക്കിയിട്ട ഉടുപ്പാണ്. എൻ്റെ പിന്നെ വേദഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് IPCയും CRPCയും അതുപോലെ തന്നെ എവിഡൻസ് ആക്റ്റും ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പോൾ നേരത്തെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് BNSഉം BNSSഉം BSA ഒക്കെ പറയാം. ഇപ്പോൾ ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ആ യൂണിഫോം ഇട്ട് സത്യസന്ധമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ അവരുടെ സേവകനായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ തുനിഞ്ഞിറങ്ങുന്ന ഒരുത്തന് ഈ 5 അടി 7 ഇഞ്ച് മതി.
അത് മതി. കീരിക്കാടൻ ജോസിൻ്റെ അത്രയും നീളമുള്ള കയ്യും 6 കാലടി പൊക്കമൊന്നും വേണ്ട. അപ്പം അങ്ങനെ എന്തായാലും ശരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനാണ് ഞാൻ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനെ പ്രൂവ് ചെയ്തതെന്ന് പറയും. അപ്പോൾ വട്ടാഞ്ചേരി താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാഫിയയുടെ കാര്യം പറയുമ്പോൾ അന്ന് ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ്. അത്യാവശ്യം അതിനൊരു ഭൂതകാലം കൂടിയുണ്ട്. ആ ഭൂതകാലം എന്ന് പറയുമ്പോൾ കുറേ കൂടി പഴയതാണ്, ടെറിബിളാണ്. ആ ഭൂതകാലം പഴയ കാലം എന്ന് പറഞ്ഞാൽ കുറേ കൂടി ടെറിബിളായിട്ടുള്ളൊരു കാലഘട്ടമാണ് അതിനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ പറഞ്ഞില്ല, നേരത്തെ കുറേ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ തുപ്പാക്കി സുന്ദരരായ സാറെന്ന് പറയും, സനൽകുമാർ സാറെന്ന് പറയും, രമേഷ് കുമാർ സാറെന്ന് പറയും, ഇങ്ങനെ കുറേ പ്രഗത്ഭമതികൾ പിന്നീട് പേര് കേട്ടതും കേൾപ്പിച്ചിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർ എസ് ഐമാരായിട്ടൊക്കെ ഇരുന്ന് ബെല്ലസി ഒരു ഫുൾ അങ്ങോട്ട് കൺട്രോളല്ല, എന്നാലും അവരൊന്ന് കയറി ഒന്ന് പരിപാടി തുടങ്ങിയ സ്ഥലത്തേക്ക് മേഞ്ഞ് തുടങ്ങിയെടുത്തേക്കാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വരുന്നത്. അപ്പോൾ 2005 ഞാൻ മട്ടാഞ്ചേരി ചെന്നു. മട്ടാഞ്ചേരിയിലാണ് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് ഒരു ലോ ആൻഡ് ഓർഡർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അത്യാവശ്യം അവനൊരു ആർജവമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഒരാൾ അയാളൊരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയാൾ ക്രൈം തെളിയിക്കുമ്പോഴാണ്. ഒരു മോഷണം പിടിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഡ്രഗ്സ് കേസുകൾ പിടിക്കുക, അല്ലെങ്കിൽ ഒരു മർഡർ കേസ് പിടിക്കുക, അതുപോലെ അല്ലെങ്കിൽ ചീറ്റിംഗ് കേസ് പിടിക്കുക, ഇത് അതിൻ്റെ ഒരു ഡിറ്റക്ഷൻ, അതിലാണ് നോർമലി അയാൾ പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ലോ ആൻഡ് ഓർഡർ ഒരുമാതിരി എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യം തന്നെ. കുറച്ച് ആത്മധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2005 ഞാൻ ചെല്ലുമ്പോൾ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മളൊന്ന് സ്റ്റേഷനിലേക്കൊരു ഞങ്ങൾക്ക് സാട്ട എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ, ഒരു 8 മണിയാകുമ്പോൾ. അപ്പോൾ അതിനൊരു മുമ്പ് ഒരു 7:30 മണിക്ക് നമ്മൾ ചെല്ലണം. അപ്പോൾ അതിനു മുമ്പ് തന്നെ സ്റ്റേഷനിൽ നിന്ന് GD ചാർജ് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും. അപ്പോൾ വിളിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയും, സാറേ നമ്മുടെ ചെറ്റപ്പാലത്തൊരു മോഷണം ഉണ്ടായിട്ടുണ്ട് സാറേ, അല്ലെങ്കിൽ നമ്മുടെ ബസാറിലൊരു മോഷണം ഉണ്ടായിട്ടുണ്ട് സാറേ, അല്ലെങ്കിൽ പനയപ്പള്ളി ഒരു മോഷണം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൂയിയുടെ കമ്പനിയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് എന്നാലും നേരം വെളുത്തെണീറ്റ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഒരു പെട്ടിവണ്ടിയോ മോഷണം പോയിട്ടുണ്ടാവും. ആ പെട്ടിവണ്ടി കുറച്ച് കഴിയുമ്പോൾ എവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടും. കാര്യം ഈ വണ്ടിയിൽ പോയിട്ടായിരിക്കും ഇവരോടെ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചിട്ട് സാധനമായിട്ട് ഇവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ബൈക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ബൈക്ക് പോയതായിരിക്കും വരുന്നത്, പിന്നെയാണ് എവിടെയെങ്കിലും കയറി മോഷണം. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് പൂർണ്ണമായ എൻ്റെ കഴിവെന്ന് ഞാൻ പറയില്ല. അതായത് ഏത് കേസ് തെളിയിക്കണമെന്ന് പറഞ്ഞാലും ശരി, ആ ഉദ്യോഗസ്ഥൻ്റെ കഴിവും അയാളുടെ ഒരു വൈദഗ്ധ്യവും പരിചയവും മാത്രമല്ല, ഭാഗ്യം കൂടി വേണം. ഭാഗ്യം വേണം. അപ്പോൾ എൻ്റെ എന്താ പറയുക, ഇല്ലേ പറയുന്ന പോലെ എന്താ പറയുക, വിജയ് ഇത് നിൻ്റെ സമയമാണെന്ന് പറയുന്ന പോലെ ഞാൻ ചെന്ന സമയം, ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒരു 3.5 മാസത്തോളമേ ഞാനവിടെ ഇരുന്നുള്ളൂ. അപ്പോൾ ഈ 3.5 മാസത്തിനിടയ്ക്കുണ്ടായ സംഭവങ്ങളാണ് എന്നെ ഒരു പോലീസ് ഓഫീസറായിട്ട് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതിൽ കുറേ മോഷണങ്ങൾ എനിക്ക് പിടിക്കാൻ പറ്റി. മോഷണങ്ങൾ പിടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഈ കമ്പനികളിൽ നിന്നൊക്കെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകും. പിന്നെ വീടുകളിൽ കയറി എന്തെങ്കിലുമൊക്കെ ഇട്ട് അന്നൊക്കെ പറഞ്ഞാൽ TV ആണെന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിലയുള്ള സാധനങ്ങൾ, വീടുകളിലൊക്കെ പറിച്ച് അങ്ങനെയുള്ള ഉണ്ടാവും. പിന്നെ അവിടെയുള്ളൊരു പ്രധാനപ്പെട്ടൊരു സാധനമാണ് ഈ വമ്പോട്ടിൻ്റെ പണിയെന്ന് പറയും. വമ്പോട്ടിൻ്റെ പണിയെന്ന് കേട്ടിട്ടുണ്ടോ? വമ്പോട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ, വമ്പോട്ടെന്ന് പറഞ്ഞാൽ വൻ ബോട്ട്, വലിയ ബോട്ട്. ഈ വലിയ ബോട്ടെന്ന് പറഞ്ഞാൽ കപ്പൽ. അപ്പോൾ വലിയ ബോട്ടിൻ്റെ വലിയ ബോട്ടിനാണ് ഇവർ വമ്പോട്ടെന്ന് പറയും. അപ്പോൾ വമ്പോട്ടിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ എന്താണ്? പണി എന്ന് പറഞ്ഞാൽ അപ്പോൾ പണി നമ്മൾ സിനിമയൊക്കെ കണ്ടല്ലോ അല്ലേ, ആ പണിയല്ലേ ഇത്? അതും വേറൊരു പണിയാണല്ലോ അല്ലേ? അതും പണിയാണ്. ഇവിടുത്തെ കൊച്ചിയിലെ എസ്പെഷ്യലി മട്ടാഞ്ചേരിയിലെ പണിയെന്ന് പറഞ്ഞാൽ കളവിനെയാണ് പറയുന്നത്. അവിടെ ഇന്നലെ പണിയെല്ലാം നടന്നടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ മോഷ്ടിച്ചാന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വമ്പൂട്ടിൻ്റെ പണിയെന്നും പറഞ്ഞ് പിന്നെ പണിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ കേട്ടിരിക്കുന്നത് ഇവർ 2 രീതിയിലുണ്ടെന്നാണ് പറയുന്നത്. ഇവർ വന്ന് നൊങ്കൂരിടുന്ന നമ്മുടെ കൊച്ചി തുറമുഖത്ത് വന്ന് നൊങ്കൂരിടുന്ന കപ്പലുകളിൽ ചിലപ്പോൾ വിദേശ രാജ്യങ്ങൾ, അപ്പോൾ അവർക്ക് വിദേശ രാജ്യങ്ങൾ അതിലുള്ള കപ്പലിൻ്റെ സ്റ്റാഫിന് ചിലപ്പോൾ ഇവർ ബോട്ടിന് ചെല്ലും. ബോട്ട് മീൻസ് നമ്മുടെ അന്നും യമഹയൊക്കെ പിടിപ്പിച്ച നമ്മുടെ ചെറിയ വള്ളത്തിൽ ചെന്നിട്ട് ഇവർ ഇവിടെ നിന്ന് കഞ്ചാവോ അതുപോലെ മയക്കുമരുന്നോ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കും. അവർ കപ്പലിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങോട്ട് ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ ഇവർ സാധനങ്ങൾ കൊടുക്കും. അങ്ങനെയും കേട്ടിട്ടുണ്ട്. അല്ലാതെ ഇതിൽ അവർ മുകളിൽ നിന്ന് കപ്പലിൻ്റെ സ്റ്റാഫ് തന്നെ പിന്നെ റോപ്പിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവർ റോപ്പ് എറിഞ്ഞ് പിടിപ്പിച്ച് ലാഡറിലൊക്കെ പിടിപ്പിച്ച് മുകളിൽ കയറിയിട്ട് ഇവർ അകത്തുനിന്ന് സാധനങ്ങൾ നമ്മൾ നോർമലി ഇവിടുന്ന് ഷിപ്മെൻറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അയക്കുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ സീലൊക്കെ പൊട്ടിച്ച് അതിൻ്റെ അകത്തുനിന്ന് സാധനം എടുക്കുമെന്നും
പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വമ്പൂട്ടിൻ്റെ പണിയുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഒന്ന് രണ്ട് ഇവർ നമ്മൾ വെളുപ്പിനൊക്കെ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മട്ടാഞ്ചേരി സ്റ്റേഷനടുത്ത് തന്നെയാണ് മട്ടാഞ്ചേരി ബസാർ. ബസാറിൻ്റെ ഒരു 500 മീറ്റർ അപ്പുറത്താണ് ഈ കൽവത്തി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ കൽവത്തി തോടുണ്ട്. ഈ കൽവത്തി തോടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊച്ചിക്കായലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അന്ന് ചെല്ലുമ്പോൾ നമുക്ക് ഈ കൽവത്തി തോട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കായലിൽ നിന്ന് ഇങ്ങനെ വന്ന് കൽവത്തി ഭാഗത്തേക്ക് വന്ന് കൽവത്തി തോടിലേക്ക് കയറുന്ന ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഇവർ വമ്പൂട്ടിൻ്റെ പണിക്ക് പോണ വള്ളങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ വമ്പൂട്ടിൻ്റെ പണി. അപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളല്ല, മത്സ്യബന്ധനത്തിന് പോകണമല്ല. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വള്ളങ്ങളോടെ കിടക്കുന്നുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ഒഫൻസ് കാണാതെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. പിന്നെ നോർമലി ചില ദിവസങ്ങളിലൊക്കെ വെളുപ്പിന് നമ്മൾ പെട്രോളിങ് ഒരു 4 മണിക്കൊക്കെ നടത്തി വരുമ്പോൾ ഇവർ അവിടങ്ങളിലുള്ള ഏതെങ്കിലുമൊക്കെ ചെറിയ ഫെറികളിലൊക്കെ വന്ന് മട്ടാഞ്ചേരി ഫെറിയിലോ അല്ലെങ്കിൽ ആ കൽവത്തി ഫെറിയിലോ അവിടെ ഇവിടെയൊക്കെ വന്ന് അടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെല്ലും. ചിലപ്പോൾ നമ്മൾ ചെല്ലുന്നത് കണ്ടിട്ട് ചിലപ്പോൾ അവർ എടുത്തോടി പിന്നെ മഹാ സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ പോയി കളയും. അവർ ആൾക്കാരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടോ, നമ്മളൊക്കെ വരുന്നുണ്ടോ അങ്ങനെ. ചിലതൊക്കെ എനിക്ക് അങ്ങനെ പിടിക്കാൻ പറ്റി. പിന്നെ ഒരു സൂയി കമ്പനി നടത്തിയൊരു മോഷണം പിടിക്കാൻ പറ്റി. പിന്നെ 1-2 ചെറിയ ഈ TV അതും ഇതൊക്കെ പോയി. അപ്പോൾ എന്താ പറഞ്ഞാൽ വെറും 3 മാസമോ, ഞാൻ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരിയിലെ ആദ്യത്തെ ആഴ്ച, അങ്ങനെ മീൻസ് ഒരു 4 മാസമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2005. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ഒരു 7ഓളം കേസുകൾ എനിക്ക് പിടിക്കാൻ പറ്റും. അതിൽ ഒരു കേസ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ പേര് തന്നെയുള്ള ഒരാളായിരുന്നു അതിലെ പ്രതി, നവാസ്, കണ്ണൻ നവാസ്. അപ്പോൾ കേസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവിടെ ഈ പിന്നെ നമ്മുടെ ഗൗഡ സരസ്വത ബ്രാഹ്മണരുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു സ്ത്രീ. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രായമൊക്കെ ഉണ്ട്, നല്ല സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ, നല്ല വട്ടമുഖമൊക്കെ ഇട്ട് അവരാകെ കരച്ചിലായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്നു. അവർ ഒരു നവരത്നത്തിൻ്റെ മറ്റെന്തോ ഒരു മാല അവർ ഇടാറില്ല. അവരുടെ അമ്മയുടെ, അവർക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റുകളാണ്. അവരുടെ അമ്മയുടെ ശരീരത്തിൽ കിടന്നിരുന്നൊരു മാലയാണ്. അമ്മയൊക്കെ മരിച്ചു. ഇവരിത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഈ മാല മോഷണം പോയി. അതിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷണം നടത്തി. നമ്മുടെ സ്കൂളുകാരൊക്കെ ഉണ്ടായിരുന്നു, പലരെയും വിളിച്ച് അവസാനം നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ കൽവത്തി ഭാഗത്ത് നമ്മുടെ അപ്പം നമ്മൾ ഒരു മോഷണം ഉണ്ടായാലും അറിയാമല്ലോ, നമ്മുടെ ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ ഈ ഓരോ മോഡസ് ഓപ്പറാൻഡി ഉണ്ടല്ലോ. അതായത് ചിലപ്പോൾ വീടിൻ്റെ ഓട് തുറന്ന് അകത്ത് കയറുക, അല്ലെങ്കിൽ ഫ്രണ്ട് ഡോറ് പൊളിച്ചകത്ത് കയറുക, അല്ലെങ്കിൽ ജനലിൽ കൂടി എടുക്കുക, അല്ലെങ്കിൽ ബാക്ക് ഡോർ പൊളിച്ച് കയറുക. അങ്ങനെ പല ഓരോ മോഡസ് ഉണ്ട്. അത് കുറേയൊക്കെ അതിൽ സത്യമുണ്ട്. ചിലർ എല്ലാത്തിലും കൂടി മൊത്തത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. ചിലർ പിന്നെ എപ്പോഴും നിങ്ങൾ ചോദിക്കുക അങ്ങനെ ചെയ്യുന്ന ചിലർ അങ്ങനെയാണ്. ചിലർ കയറി കഴിഞ്ഞാൽ മുളക് പൊടി ഇട്ടിട്ട് പോകും, ചിലർ മലവിസർജനം നടത്തിയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പലതും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു മോഡസ് വെച്ച് നമ്മുടെ സ്കൂളുകാരെ വെച്ച് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ എടുക്കും. ഈ മാലക്ക് നല്ല വിലയുള്ള മാലയാണ്. അന്നത്തെ കാലത്ത് തന്നെ അത്യാവശ്യം വളരെ വാല്യുള്ളൊരു മാലയാണ്. അതിനേക്കാൾ കൂടുതൽ അവരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള അതിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു സാധനം അവർ എല്ലാ ദിവസവും തിരക്ക് വരും, സാറേ ആയി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു. നമ്മൾ ഈ കൽവത്തി ഭാഗത്ത് ഇവർ കുറച്ച് പേര് കൂടിയെന്ന് ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഇവരിങ്ങനെ കൽവത്തി മാർക്കിൻ്റെ ഭാഗത്ത്, അതുപോലെ ചെർലായിക്കട മാർക്കിൻ്റെ ഭാഗത്തൊക്കെ ഇവരുണ്ടായിരുന്നു എന്ന് അത് 2-3 പേര് നമ്മളിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുവന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ അതിലാണ് നമ്മൾ ഈ കണ്ണനവാസിനെ നമ്മൾ കൊണ്ടുവരുന്നത്. കണ്ണനവാസിനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കണ്ണനവാസ് സ്ഥിരം മോഷ്ടാവാണ്. ഇഷ്ടംപോലെ കേസുകളുള്ള ഒരാളാണ്. റീസെൻ്റ്ലി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവന്മാർക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഇറങ്ങണം എങ്ങനെ ഇരിക്കും? വക്കീലന്മാർ അവർ അക്കാലത്തൊക്കെ ഇട്ട് ചിലപ്പോൾ കടമൊക്കെ പറഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലെങ്കിൽ ആരോടെങ്കിലും കടം മേടിച്ച് ഇവർക്ക് കൊടുത്തിട്ടായിരിക്കും. അപ്പോൾ ഈ കാശൊക്കെ കൊടുക്കണ്ടേ? പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാർക്ക് രണ്ടെണ്ണം അടിക്കണമെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ നടത്തണമെങ്കിലും എന്തെങ്കിലും ഒരു പണി നടത്തണം. അപ്പോൾ അങ്ങനെ നടത്തിയായിരിക്കും എന്നുള്ള കണ്ടീഷൻ കണ്ണനെ നമ്മൾ വിളിക്കുന്നുണ്ട്. അവൻ വരുന്നുണ്ട്. വിളിച്ചതല്ല, നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്തു. കൊണ്ടുവന്ന് നമ്മളവനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ഒരു ശൈലി ഒന്ന് മാറ്റി ഒരല്പം റഫായിട്ടൊക്കെ നമ്മൾ കാര്യം റീസെൻ്റ്ലി ജയിലിൽ നിന്ന് ഇറങ്ങിയതാണ്, സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ വെച്ച് ചോദിക്കുന്ന സമയത്ത് പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, സാറേ എന്നെ വെറുതെ തൊടാൻ നിൽക്കണ്ട, തൊട്ടാൽ നിങ്ങളുടെ കയ്യെ പറ്റും എന്ന് പറഞ്ഞാൽ മനസ്സിലായ. അവൻ ജയിലിൽ അവിടെ വെച്ചെങ്ങാനും അവൻ തട്ടിപ്പോയാൽ നമ്മൾ ഉത്തരവാദിയാവുമെന്നാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ കയ്യെ പറ്റും, എനിക്ക് HIV ആണെന്ന്. അപ്പം ഞാൻ വളരെ ഇതായിട്ട് നോർമലി ഒരാളിങ്ങോട്ട് പറയുകയാണ്, ജലദോഷം പോലെ പറയുകയാണ് എനിക്ക്. അപ്പം അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ മാരക രോഗമാണ്. മാത്രമല്ല അത് അതിൻ്റെ ഒരു തുടക്കം നമ്മളൊക്കെ ഇങ്ങനെ അറിഞ്ഞു വന്നു, അതിൻ്റെ ഒരു ഭീകരതയൊക്കെ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഞാനുടനെ തന്നെ സ്കൂളുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ശരിയാണ് സാറേ, അത് കറക്റ്റാണ്. അവൻ്റെ പോക്കറ്റിൽ നമ്മൾ പേപ്പർ എടുത്ത് കാണിച്ചു. പേപ്പർ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ബോധ്യമാകുന്നുണ്ട്
ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്കാർ ഇങ്ങനൊരു കഷ്ണം പേപ്പർ എൻ്റെ കൊടുത്തു. ഞാൻ പിന്നെ എയ്ഡ്സ് കൺട്രോളിൻ്റെ വളണ്ടിയേഴ്സിന് 1-2 പേരെ വിളിച്ചു വെച്ചാൽ പറഞ്ഞു ശരിയാണ് സാറേ, കണ്ണനവാസിന് HIV ഉള്ളതെന്ന് പറയും. അപ്പോൾ ഇവൻ ആ ഒരു പേരിൽ അവനെ സംസാരിച്ച് കാര്യം നമുക്ക് വേറെ ഒന്നും പറയുന്നില്ല, സഹകരിക്കുന്നില്ല, ഇവനെ കൂടുതൽ വരട്ടാനും പറ്റുന്നില്ല. വേറെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ചെറുതായിട്ടെങ്ങാനും ഇത്തിരി വേദനിപ്പിച്ചെങ്ങാനും ചെയ്യാൻ പറ്റിയത് അതും പറ്റില്ല. കാര്യം ഒന്നും അവനോട് നടക്കില്ല. അങ്ങനെ അവനെ നമ്മൾ പറഞ്ഞു വിട്ടു. പക്ഷേ ഞാൻ ആ കേസ് വിട്ടില്ല. ഞാൻ അതിൻ്റെ പുറകെ വേറെ ആരെ അവിടെ ഉണ്ടാകുന്ന തിരക്കഴിഞ്ഞപ്പോൾ ഒരു പൂച്ച റഹീം എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ പൂച്ച റഹീമിനെ തിരക്കി ഞാൻ പിന്നെ പോകാൻ തുടങ്ങി. പൂച്ച റഹീമിനെ തിരക്കി. അപ്പോൾ അവൻ ഫോർട്ട് കൊച്ചിയിലാണ്, ഈ കൽപ്പത്തി ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇവർ ഈ 11 മാസം കൂടുമ്പോൾ വീടുകൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പോകും. അങ്ങനെ പോയി ഞാൻ ഒരു ദിവസം നൈറ്റ് ഫുള്ള് ഞാൻ അന്വേഷിച്ച് പല വീടുകൾ, പല ആൾക്കാരെ പൊക്കി അവസാനം എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഇയാൾ നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പം ഞാൻ നെട്ടൂർ ഞാനിങ്ങനെ പോയി. ഒരു പള്ളിയുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തക്യാവുണ്ട്, ആ ധന്യ ജംഗ്ഷൻ്റെ ഭാഗത്ത്. അങ്ങനെ അവിടെ ഞാൻ ചെന്നു. അവിടെ ചെന്ന് ഈ തക്യാവിൻ്റെ അപ്പോൾ ഈ വെളുപ്പിന് നമസ്കാരം, ഈ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങി വരുന്ന സമയം. അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ റഹീം എന്നുള്ള ഒരാൾ, വട്ടാഞ്ചേരിക്കാരൻ്റെ ഒരാളിങ്ങനെ ഉണ്ടെന്ന് തോന്നണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവനെ നമ്മൾ പതുക്കെ നോക്കിയെടുത്ത് റഹീമിനെ നമ്മൾ കൊണ്ടുപോകുന്നു. റഹീമിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവൻ ആ സമയത്ത് എന്തോ ലിവറിന് പ്രശ്നം വന്ന് അവനും തീരെ വയ്യാതിരിക്കുന്നവർക്ക് അവനെ ഒന്നും പറ്റില്ല, ചെയ്യാനൊന്നും പറ്റില്ല, വരട്ടാനും പോലും പറ്റില്ല. ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ അവനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഒരു 10-11 മണിയായപ്പോൾ അവൻ്റെ വൈഫ് വന്നു. അവൻ്റെ വൈഫിൻ്റെ കൂടെ അവനെ പറഞ്ഞു വിട്ടു. അവൻ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എല്ലാ രീതിയിലും ഉപദേശിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞു, നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിൽ കൈകാര്യം ചെയ്തോളാന്നൊക്കെ പറഞ്ഞു. ഇവൻ്റെ വൈഫ് വന്നു കഴിഞ്ഞപ്പോൾ വൈഫിനെ നിൻ്റെ കൂട്ടത്തിലാണ് പറഞ്ഞു വിടുന്നത്, അത് നിന്നെ അത്രയ്ക്ക് ഞാൻ വിശ്വസിച്ചു ആണ് വിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണിനെയും അത്യാവശ്യം നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്തൊക്കെ വിട്ടു. ഏതായാലും പിറ്റേ ദിവസം രാവിലെ ഈ പെണ്ണ് എന്നെ തിരക്കി വന്നിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇവരിങ്ങനെ വിളിപ്പിച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരണം, എല്ലാ ദിവസവും നമ്മൾ പറയുന്നൊരു സമയത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു റിലാക്സേഷൻ കിട്ടാൻ വന്നായിരിക്കും എന്ന് വിചാരിച്ച് ഞാനങ്ങനെ നോക്കുമ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞു, സാറിനോട് ഇന്നലെ മര്യാദയോടെ കാണിച്ചത്, സാറങ്ങനെ വളരെ കാര്യമായിട്ട് നമ്മളോട് പറഞ്ഞു, എന്നിട്ടൊന്നും നമ്മളത് സാറിനെ സഹായിച്ചില്ല. സംഭവം ഇങ്ങേരെന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവെന്ന് പറയുന്നത് ഞാൻ കണ്ണനവാസിൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഇയാളുടെ അളിയനാണ് ഈ കണ്ണനവാസ്. ഇവർ രണ്ടുപേരും കൂടി പോയാണ് ഈ പരിപാടി നടത്തുന്നത്. പൂച്ച റഹീമിൻ്റെ അളിയനാണ് കണ്ണനവാസ്. അപ്പോൾ കണ്ണനവാസും പൂച്ച റഹീമും കൂടി പോയാണ് പണി നടത്തിയത്. അങ്ങനെ നമ്മൾ കസ്റ്റഡി എടുത്തു. കണ്ണനെ നമ്മൾ സകല പരിപാടിയും നടത്തി. ഒരു കേസിൻ്റെ പ്രത്യേകത അറിയാം, മോഷണ കേസിൻ്റെ പ്രത്യേകത എന്ന് പറയാം, മോഷണം നടത്തി തൊണ്ടി വേണം, റിക്കവറി ഇല്ലെങ്കിൽ ആ കേസിന് ഒരു കാര്യമില്ല, ശിക്ഷിക്കുകയില്ല, എന്ത് കേസ് നിലനിൽക്കില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. രക്ഷയില്ലവനെ ചോദിച്ച് ഒരു മാർക്കുമില്ല. നമ്മൾ പിടിച്ച സമയം കഴിഞ്ഞ് 24 hours ഹാജരാക്കണമല്ലോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് കോടതി. അന്ന് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കോടതി. പിന്നെ സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡിലാണ് ജയിൽ, ലെഫ്റ്റ് സൈഡിലാണ് ആശുപത്രി. അപ്പോൾ ഞാൻ നോർമലി അയാളെ അന്ന് കൊണ്ട് കോടതി ആരാക്കി റിമാൻഡ് ചെയ്ത് കസ്റ്റഡി വാങ്ങിച്ച് അന്ന് സിയുടെ മുമ്പിൽ കൂടി ഇയാളെ ഹാജരാക്കി. സിയോട് ഇയാൾ സംസാരിച്ച്, സിയോടും തട്ടിക്കയറി, ഞാൻ എടുത്തിട്ടില്ല, പിടിച്ചിട്ടില്ല, എനിക്കറിയില്ല, നിങ്ങൾ വെറുതെ തന്നെ ഈ കേസിൽ പ്രതിയാക്കിയാന്ന് പറയും. അപ്പോൾ സിക്ക് ഭയങ്കര ദേഷ്യം വന്ന് അന്ന് ദേഷ്യം വന്നിട്ട് തോക്കൊക്കെ ഊരി എടുത്തായിരുന്നു, വെടിവെച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് വരട്ടിയിട്ടും രക്ഷയില്ല അവനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അന്നത്തെ പിന്നെ ACP ഉണ്ട്. അപ്പോൾ ACPയോടും ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ACP പിന്നെ എന്നോട് അന്നത്തെ സൂപ്രണ്ടുമായിട്ട് ACPക്കും പരിചയമുണ്ട്, എനിക്കും വന്നിടക്കുള്ള എനിക്കൊരു പരിചയമുണ്ട്. അങ്ങനെ നമ്മൾ നോർമലി ഇവനെ വീണ്ടും കസ്റ്റഡി വാങ്ങിച്ചവനെ കസ്റ്റഡി പീരീഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും റിമാൻഡ് ചെയ്ത് അകത്തേക്ക് വിട്ടതിന് ശേഷം നമ്മൾ ഈ ACPയുടെ കൂടി സഹായത്തോടു കൂടി ഞാൻ ഈ സൂപ്രണ്ടിനെ കണ്ടുവച്ചു. സൂപ്രണ്ടിനോട് പറഞ്ഞു, സാറേ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് സഹായിക്കാൻ എന്താ ഞാൻ ചെയ്യണം സാർ, അവനൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി നോക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടിയാൽ. അപ്പോൾ സത്യം പറയാൻ അന്ന് ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവന് എല്ലാ സൗകര്യം, ഇവന് എങ്ങനെയെങ്കിലും സത്യം പറയാനായിട്ട് ഞാൻ വളരെ ഇതായി. അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മളെ പറ്റിച്ചിട്ട് പോകുന്നൊരു പരിപാടിയാണ്. ഇവന് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞ് ഇവന് ബിരിയാണി കഴിച്ചു, ഇവനൊരു വീഡിയോ വലിക്കണമെന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ കൊടുത്തു. എല്ലാം വളരെ വളരെ ഹാപ്പിയായി, അവർ വളരെ സന്തോഷമായിട്ടാണ് അവൻ പോയത്. എന്നിട്ടാണ് ഇവൻ നമ്മളോട് പറഞ്ഞു തരാമെന്ന് പറയുന്നത്. പക്ഷേ ഇവനൊന്നും പറഞ്ഞില്ല. ഇവൻ്റെ എടുക്കുന്ന എങ്ങനെയെങ്കിലും ഇളക്കി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം നോക്കണമെന്നൊന്നും പറഞ്ഞില്ല. അവനെ തിരിച്ചു വിട്ടു, അവൻ പോയി. ഇവൻ പോയതിന് ശേഷം ഈ സൂപ്രണ്ട് ഒരു ദിവസം
അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം സൂപ്രണ്ട് പതുക്കെ ഇവനെ വിളിച്ച്, എടാ എന്താടാ പോയിട്ട് സുഖമായിരുന്ന? ഓ പിന്നെ ആ സാർ പുതിയൊരു സാറാണ്, പുള്ളി നമുക്ക് ബിരിയാണിയൊക്കെ മേടിച്ചെന്ന് സാറേ, വീഡിയൊക്കെ വലിക്കാൻ തോന്നുന്നു, വളരെ ഹാപ്പി ആയിരുന്നു, 2 ദിവസം കുശലായിരുന്നു, ഇവിടുത്തെ ഇതൊന്നും കഴിക്കണ്ടല്ലോ, നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ശരി. അപ്പം പിന്നെ നീ എന്ത് പരിപാടി നീ ഒപ്പിച്ചത്, നീ പണി നീയാണോ നടത്തിയിരിക്കണമെന്നൊക്കെ നമുക്കറിയാം. പിന്നല്ലാതെ സാറേ നമ്മൾ അയാൾ പൊട്ടൻ, ഞാനെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇതില്ലേ അരകല്ലില്ലേ വീട്ടിൽ, അരകല്ലിൻ്റെ താഴെ ഞാൻ കുഴിച്ചിട്ടുണ്ട് സാറേ എന്ന് പറയും. അപ്പോൾ അയാൾ പറഞ്ഞ് അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. ഞങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ജയിലിലല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ ചില പ്രതികളെയൊക്കെ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇവൻ പറഞ്ഞില്ലെങ്കിൽ ഇവനെ ഇളക്കിയെടുക്കാൻ കൂടുതലുള്ള പ്രതിനെ കൂടി നമ്മളാളായിട്ട് നമ്മൾ കൊണ്ടുപോയി ലോക്കപ്പിലിടാറുണ്ട്. അതുപോലെ തന്നെ ജയിലിൽ തന്നെ കിടക്കുന്ന ചില പ്രതികൾ, ഇവൻ്റെ കൂടെ കിടക്കുന്ന പ്രതികളോട് ഈ ജയിലർമാർ അവർ പതുക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനായിട്ട് പറയാറുണ്ട്. ചിലപ്പോൾ ഈ സൂപ്രണ്ടുമാർ തന്നെ അവർ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇവരിങ്ങനെ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചോദിച്ചതെന്നാണ് നമ്മൾ അങ്ങേരോട് പറഞ്ഞു, അങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്തു, പറഞ്ഞു അങ്ങേരിക്കൽ കാര്യങ്ങൾ പറഞ്ഞു, അങ്ങേര് നമ്മൾക്കയിൽ പറഞ്ഞു, പിന്നെ അവനെ വീണ്ടും നമ്മൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് റിക്കവറിയാണ്. അപ്പോൾ ആ ഒരു കേസോട് കൂടി ആ ഒരു കേസുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വർണം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീയും അവരുടെ ഭർത്താവിൻ്റെയും കൂടി ഒരു വരവുണ്ട്. ഇവർ വന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് അവർ ഇരിക്കാൻ പറഞ്ഞിട്ട് അവർ ഇരിക്കണമെന്നില്ല. എന്നിട്ട് ഇവരെന്താ പറയുക, നമ്മൾ ഈ സ്വർണ്ണത്തിൻ്റെ മാല നമ്മളിങ്ങനെ എടുത്ത് കാണിച്ചപ്പോൾ നമ്മൾ ഈ സിനിമയിലെ കാണുന്ന പോലെ ഈ ദൈവിക കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ, ദേവിയുടെയൊക്കെ മുഖത്ത് കാണുന്ന തിളക്കം പോലെ തിളക്കണം. എന്നിട്ട് ഇങ്ങനെ താന്ന് പറയാം. ഞാൻ പറയും ഇല്ല തരികയില്ല, ഇതിന് ചില പ്രൊസീജിയറുണ്ട്, ഇതിന് ഞങ്ങളിത് കൊണ്ട് കോടതി കൊടുക്കും, കോടതിയിൽ നിന്ന് ക്ലെയിം പെറ്റീഷൻ വെച്ച് എനിക്ക് തരാൻ അധികാരം ഇല്ലത്. ഞാനിപ്പോഴും ഓർക്കുന്നില്ല, അവരുടെ മുഖത്ത് തിളക്കം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഞാനിങ്ങനെ ഓർക്കുക. അങ്ങനെ ആ ഒരു പോയ മുതൽ അവർക്ക് ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു മുതൽ അവർ നഷ്ടപ്പെട്ടു എന്നവർ വിചാരിക്കുന്ന സംഭവം നമ്മൾ എടുത്തു കൊടുക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ആ ഒരു കേസോടുകൂടി അത് കഴിഞ്ഞുള്ള കോൺഫറൻസ് ഞാനോ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ജോസഫ് സാറുണ്ട്, ബിജു അലക്സാണ്ടർ സാറുണ്ട്, പിന്നെ അങ്ങനെ ഈ ഞങ്ങളുടെ ജസ്റ്റിസ് ചെയ്യുന്ന വേണു സാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കോൺഫറൻസിന് ഇരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊന്നും എന്നെ അറിയില്ല. ഇവർ തമ്മിൽ പറയുന്നത് കേൾക്കുക. അപ്പോൾ ഇവർ പറയുന്നത് കേൾക്കുമെന്ന് പറഞ്ഞാൽ പുതിയ SI മിടുക്കൻ. അപ്പോൾ ഇത് കേൾക്കുമെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ പറയുന്നതാണ്, നമ്മൾ ജസ്റ്റ് ഒരു ഹീർസയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് കേൾക്കുവാണ്. അപ്പം നോർമലി നമുക്ക് അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ഇവർ തമ്മിൽ പറയുകയാണ്. ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. ഈ പിന്നെ സൂയിയുടെ അതുപോലെ തന്നെ ഈ വീടുകളിലൊക്കെ മോശമായപ്പോഴും ഞാനൊരു ഓട്ടോറിക്ഷക്കാരനെ പിടിച്ചിട്ട് കയ്യിൽ മുണ്ടൊക്കെ കൊടുത്ത് ഓട്ടോയിലൊക്കെ കയറി അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. സൂയിൽ ഞാൻ അങ്ങനെ ചെല്ലുന്ന സമയത്ത് പറഞ്ഞാൽ സൂയിൽ ഞങ്ങൾ പോലീസ് പാർട്ടി അകത്ത് കയറുന്ന സമയത്ത് മൊത്തം ഞങ്ങൾ സൂയി അന്ന് ലോക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. സൂയിലെ മെഷീനറി മുഴുവൻ ഇവന്മാർ അടിച്ചുകൊണ്ട് പോയി. കോടികൾ വരെ വരുന്ന സാധനമാണ്. ഇത് കുറേശ്ശെ അടുത്ത ഒരു വണ്ടി, അതിനാണ് ഈ പെട്ടിവണ്ടി അടിച്ചുകൊണ്ട് പോകുന്നത്. ആരുടെയെങ്കിലും ഒരു പെട്ടിവണ്ടി അടിച്ചുകൊണ്ട് പോകും. ഈ പെട്ടിവണ്ടിയിൽ സാധനം കയറ്റിക്കൊണ്ട് പോകും. വെളുപ്പിന് 4 മണിക്കോ 5 മണിക്കൊക്കെ തുറക്കുന്ന കടകളുണ്ട്. ആ കടയിൽ കൊണ്ടുപോയി സാധനം വിൽക്കും, എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ പെട്ടിവണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കും, വരും. പണി മുഴുവൻ നമുക്കാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഇതിന് പോകുന്നത്, എന്താ പറയുക, ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോകുന്നു. ഓട്ടോറിക്ഷയൊക്കെ കയ്യിൽ കൊണ്ടൊക്കെ കൊടുത്തു. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ ഈ സൂയിയുടെ അകത്ത് എല്ലാ സ്ഥലവും ഇങ്ങനെ തപ്പി നിങ്ങളിങ്ങനെ വന്ന സമയത്ത് ഒരു ചപ്പചവറുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഏരിയ വന്നപ്പോൾ ആ ഏരിയയിൽ ഞങ്ങളിങ്ങനെ ടോർച്ചടിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല കൊതുകാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു 2-4 കാലുകൾ കാണാം. കാലുകൾ മാത്രം, പാദങ്ങൾ മാത്രം. അതിലണക്ക് നിറച്ച് കൊതുക്. എന്നിട്ട് അത് എന്തോ ഈ പിന്നെ റെക്സിൻ്റെ ഷീറ്റൊക്കെ കൊണ്ട് ഇത് മൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും എടാ ഇതെന്താണ് വല്ല ഡെഡ് ബോഡി വല്ലതും നോക്കിയേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത് നോക്കുമ്പോൾ കള്ളന്മാരാണ്. അവന്മാർ ഞങ്ങളെ ചെല്ലുന്നത് കണ്ടിട്ട് ഇവന്മാർ ഓടി ഈ ഭാഗത്ത് ചെന്നു. അവിടെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്മാർ ഈ റെക്സിനിട്ട് മൂടി കിടക്കുന്നത്. അങ്ങനെ അത് പൊക്കി. അങ്ങനെ എന്താ പറയുക ഒരു മാന്ത്രിക ദണ്ഡുമായിട്ട് ഏതോ ഒരു സ്വർണ്ണ ദണ്ഡുമായിട്ട് ചെന്ന പോലെ എവിടെ ചെന്ന് ഞാൻ തൊട്ടാലും എനിക്ക് മോഷണം ഭാഗ്യം കൂടിയാണ്. എനിക്ക് മോഷണം കിട്ടും. അത് എഫർട്ടിന് ചിലപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഒരു, ഞാൻ അത്രയും കഷ്ടപ്പെട്ടതിന് ദൈവം, അല്ലാണ്ട് എനിക്കത്ര എക്സ്പെർട്ടൈസ് ഒന്നുമില്ല. 2003 കയറി ഞാൻ 2005 2 വർഷം പോലും ആയിട്ടില്ല. ഇതിനിടയ്ക്ക് എൻ്റെ ബേസിക് ട്രെയിനിങ്ങും എൻ്റെ ശേഷം ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് ജസ്റ്റ് ചെല്ലുന്ന ഞാനാണ്. അപ്പോൾ എനിക്ക് അതിന് മാത്രമുള്ള എക്സ്പെർട്ടൈസ് ഒന്നുമില്ല, യാതൊരുവിധ എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് ആകെ ഉള്ള ഒരു സംഭവം എന്താണ്, ഈ കഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു മനസ്സ് മാത്രമാണ്. അതിന് ദൈവം തന്ന ഒരു റിവാർഡായിട്ടാണ് എനിക്കത് തോന്നിയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്നും ഓർക്കുന്ന എൻ്റെ മരണം വരെ ഓർക്കുന്ന, ഒരുപക്ഷെ മരണം കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഖബറിൽ കിടന്ന ഓർക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരിയിൽ ഞാൻ മോഷണം പിടിച്ചതിന് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ മേടിച്ച് പോകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ വിരാജിച്ച് നമ്മളിങ്ങനെ നടക്കണമല്ലോ, എല്ലാം പിടിച്ച് അടയ്ക്കുകയാണ്. അത് എല്ലാവർക്കും നമ്മൾ പണി കൊടുത്ത് അടയ്ക്കുക, നമുക്ക് പണിയായിട്ടൊരു സാധനം വരുവാണ്.
ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ നമ്മൾ സൂചിപ്പിച്ചില്ലേ വമ്പോട്ടിൻ്റെ പണി എന്ന് സൂചിപ്പിച്ചു. ഈ വമ്പോട്ടിൻ്റെ പണിയുടെ രൂപത്തിൽ എനിക്കൊരു സാധനം എനിക്കൊരു പണി കിട്ടി. ഈ വമ്പോട്ടിൻ്റെ പണിയുമുണ്ട്, വമ്പോട്ടിൻ്റെ ബിസിനസ്സുണ്ട് കൊച്ചിയിൽ. വമ്പോട്ടിൻ്റെ പണിയെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. വമ്പോട്ടിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൽ നിന്ന് മോഷ്ടിക്കുന്ന ഇല്ലെങ്കിൽ കപ്പലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഒരു വിഭാഗം ബിസിനസ്സാണ് അവിടെയാണ്. അവർക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അങ്ങനെ ബിസിനസ് ചെയ്യുന്ന അവർക്ക് കടകളുണ്ടാവും, ഫോറിൻ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്, ഇതുപോലെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കയറ്റി വെച്ച സാധനങ്ങൾ തന്നെ ഇവന്മാർ കള്ളന്മാർ പോയി പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ആ സാധനങ്ങളോട് വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കടകളുണ്ട്, അങ്ങനെയുള്ള വീടുകളുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അങ്ങനെ ഒരു വലിയൊരു മാഫിയ അവിടെ, ആ ഒരു രീതിയിൽ വമ്പോട്ടിൻ്റെ മാഫിയ അവിടെ ഉണ്ട്. അപ്പോൾ അവർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടും. അപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് മട്ടാഞ്ചേരിയിൽ നമ്മളെപ്പോലെ ഈ പച്ചക്കറിയിൽ നിന്ന ആൾക്കാരല്ല, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ചെല്ലുന്ന ആൾക്കാരുടെ ഒരു വരുമാന സ്രോതസ്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആവട്ടെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉദ്യോഗസ്ഥന്മാരുടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പലരുടെയും ഒരു വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് ഈ വമ്പോട്ടിൻ്റെ ബിസിനസ്സുകാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ വളരെ പച്ചക്കറിയായിട്ട് ഒന്നും മേടിക്കാതെ നമ്മൾ ചെന്നിരിക്കുന്ന സർവീസിൻ്റെ തുടക്കമാണ്. ഏതായാലും അന്ന് നമ്മൾ കൊളുത്തി വെച്ച ആരോടൊന്നും മേടിക്കരുതെന്ന് വെച്ച അഗ്നി 2025 ഏപ്രിൽ 30 സർവീസിൽ നിന്ന് പിരിയുന്നവരെ ആ തീയുമായിട്ട് തന്നെ ഇറങ്ങാനും പറ്റി എന്നുള്ളൊരു കാര്യമുണ്ട്. ഏതായാലും ശരി, നമ്മൾ ആ തീയായിട്ട് ചെന്നിരിക്കുന്ന ആരോടൊന്നും മേടിക്കില്ല എന്നങ്ങനെ ഞാനങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഒരു 2005 ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന് ഉച്ചക്ക്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉച്ചവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഉച്ച കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ മദ്യപിക്കുന്നവരൊക്കെ മദ്യപിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് എന്തെങ്കിലും ചെറിയ ബഹളം, അപ്പോൾ അലമ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ ഒരു പ്രതീക്ഷിച്ച് എങ്ങനെ പതുക്കെ ഇരിക്കുകയാണോ. നമ്മൾ തുടക്കമുള്ളതെന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ക്രിസ്മസിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് കേട്ടു. അപ്പോൾ നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരാൾ എന്നെ കാണാൻ വന്നു. അദ്ദേഹം CA ചെന്ന് കണ്ടു. CA പറഞ്ഞു വിട്ടിട്ട് വന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് ഞാൻ ഓർക്കുന്നു, നൈസ് ഗാർമെൻറ്റ്സ്, കാക്കനാടുള്ള. ഈ നൈസ് ഗാർമെൻറ്റ്സിൻ്റെ ഉടമ അദ്ദേഹം ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് വിദേശത്തേക്ക് ദുബായിലേക്ക് കയറ്റി അയച്ചൊരു 40ഓളം ബണ്ടിൽസ് ഗാർമെൻറ്റ്സ് ഉണ്ട്. അവിടെ ചെന്ന് അവർ നോക്കുമ്പോൾ അതിൽ 9 ബണ്ടിൽ സാധനം അവിടെ ഇല്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇയാൾ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കയറ്റി വിട്ട് സംഭവം കണ്ടെയ്നറൊക്കെ സീലൊക്കെ ചെയ്ത് അത് പോയ സാധനമാണ്. പക്ഷേ സാധനം അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അയാൾ ഇങ്ങനെ തിരക്കി വന്നു വെച്ചും അയാൾ നമ്മോട് പറയുന്നത്, സാറേ ഈ വമ്പോട്ടിൻ്റെ പണിക്കാരെങ്കിലും ഈ സാധനം എടുത്തിട്ടുണ്ടാവും, വമ്പോട്ടിൻ്റെ ബിസിനസ്സുകാരെങ്കിലും മേടിച്ചിട്ടുണ്ടാവും. എൻ്റെ സാധനം കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും, സാറേ എന്നെ ഒന്ന് സഹായിക്കണം. കാര്യം എനിക്ക് ഇത് കൂടി ചെന്നാലേ എനിക്ക് മറ്റേ പൈസയും കിട്ടുള്ളൂ. അങ്ങനെ പുള്ളി ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അന്നും ഇന്നും സർവീസ് തീരുന്ന വരെയുള്ളൊരു പരിപാടിയുണ്ട്. അത്യാവശ്യം നല്ലൊരു കേസാണെങ്കിൽ കേസിലെ പരാതിക്കാരനെ കൂടി ചില അവസരങ്ങളിൽ കൂടെ കൂട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഇയാളെ കൂടെ കൂട്ടിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഗാർമെൻറ്റ്സ്, ഇയാളുടെ ബണ്ടിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ആൾ അയാൾ തന്നെയാണ്. അതുകൊണ്ട് അയാളെയും കൂട്ടി ഞാൻ അങ്ങനെ ഈ പറഞ്ഞ വമ്പോട്ടിൻ്റെ ബിസിനസ്സുകാരുടെ കടകളും വീടുകളും ഒക്കെ അങ്ങനെ കയറി ഇറങ്ങി ഞാൻ അവിടെ, അയാളുടെ പേര് ഞാൻ മറന്നു, ഒരു ഹക്കീം എന്ന പറ്റണം, അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരാളുടെ വീട്ടിൽ ഞാൻ എത്തി ഇയാളുമായിട്ട് കയറുമ്പോൾ, ഈ നൈസ് ഗാർമെൻറ്റ്സിൻ്റെ ഉടമയായിട്ട് കയറുമ്പോൾ അവിടെ ഈ സാധനമുണ്ട്. നമ്മളത് കസ്റ്റഡിയിലെടുത്ത് മാസപ്രകാരം അത് ബന്ധവസെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അപ്പം മട്ടാഞ്ചേരിയിലെ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ലീഗാണ് പ്രധാനപ്പെട്ട പാർട്ടി, CPM അത്യാവശ്യം സ്ട്രോങ് ആണ്, കോൺഗ്രസ്സും ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൂടുതലും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വരുന്ന പൊതുപ്രവർത്തകരായിട്ട് വരുന്നതിൽ അന്നത്തെ ഒരു കൗൺസിലറാണ്. അദ്ദേഹം അന്നും കൗൺസിലറാണ്, ഇന്നും കൗൺസിലറാണ്, ഒരു മുസ്ലിം ലീഗിലെ കൗൺസിലർ. പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ഒരു പലഹാരത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുക. നമ്മുടെ സാധാരണ ചാക്കടയിലൊക്കെ കിട്ടുന്നൊരു പലഹാരത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിട്ട് എപ്പോഴും മുറുക്കിയൊക്കെ നടക്കുന്ന ഒരാൾ. നമ്മളെയൊക്കെ കണ്ട എസ് അദ്ദേഹം എന്നൊക്കെ വിളിക്കുകയുള്ളൂ. കാര്യം വളരെ ജെൻറ്റിലായിട്ട് ഇടപെടുകയുള്ളൂ. എന്തെങ്കിലും ഒന്ന് പറയുന്ന കാര്യത്തിൽ കൂടുതൽ മെരിറ്റ് ഉണ്ടാവാറില്ല. എപ്പോഴും മിക്കവാറും വരുന്നത് ഈ വമ്പോട്ടിൻ്റെ പണിക്കാരുടെയോ ഇല്ലെങ്കിൽ അതുപോലെ ഇതുപോലെ ഇല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം വഴിവിട്ട സഹായമാണ് കൂടുതലും തേടി വരുന്നത്. ന്യായമായ സഹായമാണെങ്കിലും ഞാൻ അന്നും പിന്നീടുള്ള എൻ്റെ സർവീസിലും ഞാൻ ആർക്കും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാര്യം പൊതുപ്രവർത്തകർ വരുമ്പോൾ അവർ 10-40 വർഷം അവിടെ പ്രവർത്തിച്ചവരായിരിക്കും. നമ്മൾ 1-2 മാസമോ ഇല്ല ഒരു വർഷമൊക്കെ ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും
ഒരു അതിഥി മാത്രമാണ് അവിടെ. അവരവിടെ പ്രവർത്തിച്ചവരാണ്. അവർ ജെനുവിനായിട്ട് ജനങ്ങളുടെ ഒരു കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചെയ്തു തരണം സാർ എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ നമ്മൾ മാടമ്പിയൊന്നുമില്ല. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഭരണഘടന അനുസൃതമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമങ്ങളുടെയും അതിനനുസൃതമായി ഉണ്ടാക്കിയിരിക്കുന്ന പോലീസ് സ്റ്റേഷനും മറ്റുള്ള സ്ഥാപനങ്ങളുടെയും കോടതികളൊക്കെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. ഒരു ജനപ്രതിനിധിയോ ഒരു ജനനേതാവോ വന്നിട്ട് ന്യായമായ കാര്യം പറഞ്ഞാൽ ചെയ്തു കൊടുക്കണമെന്നാണ്. പക്ഷേ അല്ലാത്തത് പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും, അന്നും പറയും. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറിയുള്ള ഒരല്പം നെഗറ്റിവിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം എന്നെ കാണാൻ വന്നു. ഇത് ഞാൻ വിളിച്ചു. അപ്പോൾ ഇദ്ദേഹം കാണാൻ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇദ്ദേഹം അന്ന് UDF മിനിസ്ട്രിയാണ്. അന്ന് മിനിസ്റ്ററായിട്ടുള്ള വ്യവസായ മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ PA എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഞാനീ നേരത്തെ പറഞ്ഞ നേതാവ്. അപ്പോൾ ആ രീതിയിലുള്ള സ്വാധീനവും അയാൾക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു SIനെ ട്രാൻസ്ഫർ ചെയ്യാനോ ഇല്ലെങ്കിൽ SIനെ പോസ്റ്റ് ചെയ്യിക്കാനോ ഒക്കെ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും അയാൾക്കില്ല. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. ഇയാളുടെ അളിയൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ എന്തെടുത്തിരിക്കുന്നത്, ഈ നൈസ് ഗാർമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടി പോയത് റിക്കവറി എടുത്ത് കേസെടുത്തിരിക്കുന്നത് ഇയാൾ അളിയൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇയാൾ അതിനു മുമ്പും പല പ്രാവശ്യം എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, ന്യായമായ കാര്യങ്ങൾ പറഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വന്നു. ഇതിനും ഇയാളും ഇയാളെ പാർട്ടിക്കാരും ഒക്കെ ആയിട്ട് വന്നു സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ സഹായിക്കാൻ, മോഷണം മുതൽ പിടിച്ച് കേസെടുത്തതിന് അത് അവനെ മാറ്റണം. ഞാൻ പറഞ്ഞില്ല, അവൻ്റെ വീട്ടിൽ നിന്നാണ് എടുത്തത്. സാർ ഒന്ന് കണ്ണടക്കണം സാർ, ഇതെല്ലാവരും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാറ് അത് നമ്മളെന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ പതുക്കെ ഈ പറഞ്ഞ കക്ഷി പുറത്തേക്ക് പോയി ഒരാൾ എന്നെ അയാൾ കൂടെ ഉണ്ടാകുന്നതാണ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഒരു 25,000 രൂപ എനിക്ക് ഓഫർ ചെയ്തു. ഞാൻ ബാർഗൻ ചെയ്യുന്നവർ 50 75 ഒന്നൊക്കെ ആക്കി മാറ്റാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറയില്ല, അത് വേണ്ട, പൈസ വേണ്ട. പൈസ വേണ്ട. പിന്നെ എനിക്ക് ഈ കാര്യം ഞാൻ നിയമപരമായി നടത്തിയിരിക്കുന്ന നടപടിയാണ്. ബാക്കി നിങ്ങൾ ലീഗലായിട്ട് പോകുക, നിങ്ങൾ വക്കീലിൽ വെക്കുക, കോടതി പോവുക, ജാമ്യം കിട്ടുമെന്ന് നോക്കുക, ഞാൻ എൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പറയും സാറ് ഇല്ലെങ്കിൽ പിന്നെ മാറേണ്ടി വരും, വന്നിട്ട് 2-3 മാസമേ ആയുള്ളൂ, സ്ഥലം മാറ്റിക്കളയുക. അപ്പോൾ എൻ്റെ വൈഫ് ഹൗസ് അതിനടുത്ത് തന്നെയാണ്, പനയപ്പള്ളിയിലാണ്. അപ്പോൾ സാറ് ഇവിടെ നിന്നൊക്കെ പോകേണ്ടി ഞാൻ പറയാം സാറില്ല, ഞാൻ പൊക്കോളാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ സ്ഥലം മാറ്റുമെന്ന് പറഞ്ഞു. വളരെ നൈസായിട്ട് അവർ പറഞ്ഞു. ഞാനതിന് മറുപടിയും കൊടുത്തു. അവർ പോയി. ഞാൻ അന്വേഷണം, നമുക്ക് വമ്പോട്ടിൻ്റെ പണിക്കാരനെ കിട്ടിയിട്ടില്ല, വമ്പോട്ടിൻ്റെ ബിസിനസ്സുകാരനെയും കിട്ടിയിട്ടില്ല. വമ്പോട്ടിൽ നമുക്ക് വമ്പോട്ടിൽ നിന്ന് പോയ സാധനം മാത്രമല്ല, പ്രോപ്പർട്ടി മാത്രമല്ലേ കിട്ടിയുള്ളൂ. പ്രോപ്പർട്ടി കിട്ടിയപ്പോൾ പരാതിക്കാരൻ സമാധാനമായി. അയാളുടെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ മറ്റേ മാല പോയി വരെ ചിരിച്ചു പോലെ അയാൾ വളരെ ഹാപ്പിയായി. പക്ഷേ നമുക്ക് നമ്മുടെ കേസ് തീരണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പിടിക്കണമല്ലോ. അങ്ങനെ ഞാൻ അതിൻ്റെ പുറകെ കൂടി ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ എന്നെ CA വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇനി കൂടുതൽ തപ്പണ്ട, അവരതിനെ പ്രതിനെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്നും ഇന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു പ്രതി സറണ്ടർ ആവുക എന്ന് പറയും. ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഇവരെന്തെങ്കിലും ക്രൈം ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ അണികളോ അല്ലെങ്കിൽ അവരുടെ ബന്ധമുള്ളവർക്ക് ചെന്ന് വെച്ചാൽ അവർ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുത്തനൊരു ക്രൈം ചെയ്താൽ അത് അന്നാണെങ്കിലും ഞാൻ റിട്ടയർ ആവുന്നവരെ അതെന്തോ എനിക്കിട്ട് ചെയ്ത പോലൊരു തോന്നൽ, എനിക്കിട്ട് ചെയ്ത പോലൊരു തോന്നലാണ് എനിക്ക് തോന്നണം. അപ്പോൾ അത് അവനെ വന്ന് സറണ്ടർ ആണെന്ന് പറഞ്ഞ ഒരു ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. അവൻ്റെ പണി ചെയ്തു, ഞാൻ എൻ്റെ പണിയാണ്. അവൻ ഒരു ക്രൈം ചെയ്തു, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ അവനെ പിടിക്കണം, അവനെ ഓടിച്ചിട്ട് തന്നെ പിടിക്കണം. അപ്പോൾ എൻ്റെ ഒരു പോളിസി അതാണ്. തുടക്കമായിട്ടേ ഉള്ളൂ, ഒരുപാടൊന്നും അഹങ്കരിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ മേലുദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് എൻ്റെ അന്ന് 2 ഉദ്യോഗസ്ഥന്മാരും ഒരു മാന്യന്മാരായ ആൾക്കാരായിരുന്നു. ഈ എൻ്റെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറുള്ള CA എന്നോട് പറഞ്ഞടാ അവരിങ്ങനെ കൊണ്ട് സറണ്ടർ ആവും. ഞാൻ സറണ്ടർ ആവണം, സാരമില്ലടാ, നീ ഇപ്പോൾ തൽക്കാലം അവന്മാരെ ബുക്ക് ചെയ്ത് റിമാൻഡ് ചെയ്ത് അകത്തേക്ക് വിടും, കേസ് എങ്ങനെയാണ് തീർക്ക്, എനിക്കിവിടെ പ്രതിയില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഈ പറഞ്ഞ ട്രാൻസ്ഫർ എനിക്ക് പറഞ്ഞത് അവർക്കൊക്കെ ബാധകമാണല്ലോ. അവർ പറഞ്ഞിട്ട് കേൾക്കാത്തൊരു CA സ്വാഭാവികമായിട്ട് അവരുടെ വീഴ്ചയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊക്കെ ആ ഭീഷണിയുണ്ട്. അപ്പോൾ നീ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് അവസാനം മനസ്സോടുകൂടി ഞാൻ തയ്യാറായി. അങ്ങനെ ഇവർ 2 പ്രതികളെ കൊണ്ടുവന്ന് സറണ്ടറാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അവരുടെ ബുദ്ധിക്ക് ചെയ്യുന്ന എന്താ പറയുക, അവരുടെ ഒരു പാരമ്പര്യത്തിൽ വന്നിരിക്കുന്നു. ഞാനും എൻ്റെ അച്ഛൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാനും കാണിക്കണമല്ലോ. ഏതെങ്കിലും 2 പേരെ പിടിച്ചുകൊണ്ട് വന്ന് അവർ തന്നു കഴിഞ്ഞാൽ അവനങ്ങോട്ട് പ്രതിയാക്കി അകത്തേക്ക് കൂടെ ഞാൻ പൊട്ടനൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവന്മാരെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ 2 പേരെയും വിളിച്ച് 2 പേരോട് ചോദിച്ചു, ചെയ്തു ശരി, ഒരുത്തനെ പുറത്തേക്ക് മാറ്റി നിർത്താൻ പറഞ്ഞു. ഇവൻ പറഞ്ഞ അവൻ കേൾക്കരുത് കേട്ടാന്ന് പറഞ്ഞ് പോലീസുകാരനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ശരിയടാ എങ്ങനെ സാറേ ഞങ്ങൾ പോയി
ഞങ്ങൾ പടവിട്ട് കയറി മുകളിൽ കയറി പടവിട്ട് മുകളിൽ കയറി എടുത്തോ എന്നിട്ട് മുകളിൽ കയറിയിട്ട് അത് പൊട്ടിച്ചു. അതിൽ ഞങ്ങൾ ബണ്ടിലെടുത്ത് താഴത്തേക്ക് ഞങ്ങൾ റോപ്പ് വഴി ഇറക്കി. എന്നിട്ട് ആ റോപ്പ് വഴി തന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോന്ന് റോപ്പ് താഴെ നിന്ന് അത് വലിച്ചെടുത്തു. അങ്ങനൊരു കെട്ടുണ്ട്. ഫയർഫോഴ്സിന് ഞാൻ ഇരിക്കുമ്പോൾ നമുക്കിപ്പോൾ മുകളിൽ പോയിട്ടൊരു കെട്ടിട്ട് അതേ കൂടി തന്നെ തൂങ്ങി ഇറങ്ങിയിട്ട് താഴത്തുനിന്ന് വലിച്ചെടുക്കാൻ. കെട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഫയർഫോഴ്സിൽ ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കേൾക്കുന്നത് അവർക്കറിയാം. ഞാൻ അങ്ങനെ ഒരു കെട്ടുണ്ട്. അപ്പോൾ ആ കെട്ടിൽ ഞങ്ങൾ ഊരെടുത്തു. ഞങ്ങൾ പോന്നു സാറേ എന്ന് പറഞ്ഞു. ശരി, സന്തോഷം. അപ്പോൾ ആരായിരുന്നു മുകളിൽ കയറിയത്? ആരായിരുന്നു ബോട്ടിലുണ്ടാകും? അപ്പോൾ സാറേ ഞാനാ ബോട്ടിലുണ്ടാകുന്നു. അവൻ കയറി. സന്തോഷം, നീ പുറത്തേക്ക്. അച്ഛനെ വിളിച്ച് ഇതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവൻ ഇതേപോലെ തന്നെ അവർ തത്തമ്മ പൂച്ച പോലെ അവർ പറയുകയാണല്ലോ. രണ്ടുപേരും പഠിപ്പിച്ചു വിട്ടു. അവർ രണ്ടുപേരും വൃത്തിയായിട്ട് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം നീ രണ്ടാമത്തവനോട് ചോദിക്കുന്നു. അപ്പം ആദ്യത്തെ പറഞ്ഞാൽ അറിയാമല്ലോ. രണ്ടാമത്തവനോട് ചോദിക്കും, അപ്പം നീ ഇവിടെ നീ ബോട്ടിലായിരുന്നു അതോ പിന്നെ കപ്പലിലായിരുന്നു? സാറേ ഞാൻ ബോട്ടിലായിരുന്നു. അവൻ മുകളിൽ കയറി. അപ്പോൾ രണ്ടുപേരും ബോട്ടിലാണ്. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ പൊക്കത്ത് കയറാൻ ആരുമില്ല, രണ്ടുപേരും കൂടെ. ഞാൻ പറയാം ശരി, കൃത്യമായി കാര്യമൊക്കെ മനസ്സിലായത്. DSP വിളിച്ചു CN വിളിച്ചു പറഞ്ഞു, സാറേ ഇത് നടക്കില്ല, അവന്മാരെ പ്ലാൻ ചെയ്തതാണ്, അവന്മാരെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന അവന്മാരല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? എന്നാൽ വിട്ടേരി, വേണ്ട നോക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവന്മാരെ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം അങ്ങനെ വീണ്ടും ഞാൻ ഇത് വെറുതെ ഇരിക്കില്ലല്ലോ. ഞാൻ ഇവന്മാരുടെയൊക്കെ വീടുകൾ, ഇഷ്ടംപോലെ വീടുകളുണ്ട്, കടകളുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ കയറി ഈ മറ്റവനെ കിട്ടണമല്ലോ. ഞാൻ അവൻ്റെ പേര് മറന്നുപോയി, ഹക്കീം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടണമല്ലോ. അങ്ങനെ അവസാനം ഞാൻ ഇങ്ങനെ നോക്കി. പിറ്റേ ഒരു ദിവസം 1-2 ദിവസം കഴിഞ്ഞു. AC വിളിച്ചു. അപ്പോൾ CA വിളിച്ചു. CA പറഞ്ഞ് AC വിളിക്കും കേട്ടോ, ഒരു കാര്യമുണ്ട്, നീ ഇനി അതിന് വേറെ പ്രശ്നം ഉണ്ടാക്കണം. AC വിളിച്ച് പറഞ്ഞ് അതെ ഒറിജിനൽ ആളെ അവർ തരും, മോഷണം നടത്തിയ ഒറിജിനൽ ആളെ നിനക്ക് തരും. നീ അത് നിനക്ക് ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് റിമാൻഡ് ചെയ്ത് തരും. എനിക്കിവിടെ ഇരിക്കാൻ പൂർത്തിയില്ല. ഞാൻ പറയും ശരി സാർ, ഏതായാലും നമ്മൾ ഇല്ലേ ഒന്ന് നനഞ്ഞു. കാര്യം ഞാൻ പറഞ്ഞില്ലേ സറണ്ടർ ചെയ്യണം, എനിക്ക് ഒട്ടും താല്പര്യമല്ല. പിന്നെ സാറ് പറഞ്ഞിട്ടാണ്, സാറന്മാർ പറയുന്നത് നമ്മൾ വേറെ ഒന്നും ഇല്ലീഗലായിട്ട് അവർ കാര്യം പറയാം, കുറ്റകൃത്യം ചെയ്തവരെ. പക്ഷേ അവരെ ചോദിക്കാനുള്ള അവകാശം അധികാരവും എനിക്കാണല്ലോ, എൻ്റെ വിവേചനമാണല്ലോ. ഞാൻ കൊണ്ടുവന്നു ചോദിച്ചു. അവർ വളരെ വൃത്തിയായിട്ട്, ഒരുത്തൻ കള്ളു കുടിക്കാത്തവനായിരുന്നു. അവൻ കഴിച്ചിട്ടില്ല. മറ്റവനെന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണ് തുറക്കാൻ പറ്റില്ല. അവൻ എൻ്റെ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് അന്ന് എനിക്ക് തോന്നിയത് അവൻ്റെ മുടിനീര് വരെ കള്ളു കുടിച്ചിട്ടെന്ന് പറഞ്ഞു. ആ പരുവത്തിലാണ് അവൻ വരുന്നത്. അവനെ ചോദിച്ച് എടാ നീ എങ്ങനെ എന്തേ അവർ ഈ സാധനത്തിനൊന്ന് മാറ്റിയെന്ന് പറയും. മറ്റവനെ വിളിച്ചു. അപ്പോൾ മറ്റവനെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പണി പാളി, എനിക്കിട്ട് പണി തരാനാണ് മറ്റവനെ വെള്ളം അടിച്ചു. അപ്പോൾ ഇവനെ വിളിച്ചപ്പോൾ ഇവൻ അടിച്ചിട്ടില്ല. നീ അടിച്ചിട്ടുണ്ടായില്ല, ഞാൻ കഴിക്കില്ല സാറേ. പേര് ചോദിച്ചു, പേര് പറഞ്ഞു. ദെൻ ഞാൻ അവനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. എടാ അങ്ങനെ മറ്റവരോട് ചോദിച്ച പണി നടക്കില്ല. കാര്യം മറ്റേ നമ്മൾ രണ്ടുപേരും വെള്ളത്തിലായിപ്പോൾ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് അവന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, പൊട്ടിപ്പോയി ഇന്നല്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി അതിന് ഇവരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഒരുത്തം വെള്ളം അടിച്ച് അതെങ്ങനെ ആയിപ്പോയി. പിന്നെ ഇവരോട് മാത്രം ചോദിച്ചവൻ എന്തെങ്കിലും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സാറേ ഞാനാണ് ചെയ്തത് സാറേ, അത് അങ്ങനെ പറ്റിപ്പോയി സാറേ, അബദ്ധം പറ്റിപ്പോയി, അങ്ങനെ ഞാനങ്ങനെ കൊണ്ടുപോയിക്കൊക്കെ കൊടുത്തതാണ്, അങ്ങനെ മേടിച്ചോ, ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ, ശരി എന്നൊക്കെ പറയും. അപ്പോൾ മറ്റുള്ള ഒരു നമ്പർ ഇവനോട്. അപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ നമുക്കറിയാം ഒരാളുടെ നമ്മൾ കുറേ നമ്മളതിൽ വേറെ ദിവ്യത്വമൊന്നുമല്ല, നമ്മളിങ്ങനെ ആളുകളെ ഇൻട്രാക്ട് ചെയ്ത് ഇങ്ങനെ ചില ആളുകൾ വരുമ്പോൾ വന്നിരിക്കുമ്പോൾ എക്സ്പീരിയൻസാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ചില രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ചില രീതിയിൽ അവരോട് ഇടപെട്ടാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയ വളരെ സൗമ്യമായിട്ട് ഇടപെട്ട് ഇവനെ മാക്സിമം ഇവനെ ബ്ലാക്ക് മെയിലൊന്നും പറ്റുകയില്ല, ഇവനെ ബ്രെയിൻ വാഷ് ചെയ്ത് തന്നെ ഇവനെ എടുക്കണമെന്ന് തോന്നിയ കഥാപാത്രമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ രണ്ടാമത്തെ കള്ളൻ. ഇതും അല്ല, നമുക്ക് യഥാർത്ഥ പ്രതികളാണെന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന 2 പേരിലെ ഒരാൾ. അപ്പോൾ ഇവനോട് ചോദിച്ച് നമ്മളിവൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്ച്വലി യഥാർത്ഥ പ്രതികളല്ലായിരുന്നു, പക്ഷേ യഥാർത്ഥ പ്രതികളാണെന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന് തന്നിരിക്കുന്ന 2 പേർ. അങ്ങനെ ഇവനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇവനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അവൻ അവസാനം ഓരോന്നിങ്ങനെ പറഞ്ഞ് അപ്പോൾ ഞാൻ പതുക്കെ അവൻ്റെ വീട്ടിലിറക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പ മരിച്ചുപോയി, ഉമ്മ ഉണ്ടായിരുന്നു, എനിക്ക് ഹാർബറിലാണ് പണി. ഈ ഐസ് അടിക്കണ പണി എന്ന് പറഞ്ഞാൽ വരുന്ന മീനിനൊക്കെ ഇവർ ഐസ് സപ്ലൈ ചെയ്തിട്ട് ഐസ് അടിച്ച് പൊട്ടിച്ചോറ് പാക്ക് ചെയ്ത് കൊടുക്കുന്ന പണിയാണ്. അത് പൈസ പണിയുണ്ടെങ്കിലേ കാശ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ അതിൻ്റെ പണിയാണ്. 3 പെൺകുട്ടികളാണ്. വൈഫിന് എന്തോ ചെറിയ അസുഖം എന്തൊക്കെ ഉണ്ട്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 2-3 മാസമായിട്ട് വാടക കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തു പോയത്. ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ ഉമ്മ കൂടെയാണ്, ഉമ്മയും ഒരുപാട് പ്രായമുള്ളതാണ്. ഇവനിങ്ങനെ കഥകളെല്ലാം പറഞ്ഞ്
എല്ലാം ചോദിക്കും നമ്മൾ, നീ പള്ളിയിലൊക്കെ പോയിക്കൊണ്ടാണ്. അവൻ സാധാരണ പോലെയല്ല, അവൻ കള്ള് കുടിക്കുകയില്ല, സീറ്റ് വരികയോ അങ്ങനെ ഒന്നുമില്ല, പള്ളിയിലൊക്കെ പോകുന്ന ഒരുത്തരാണ്, നോമ്പൊക്കെ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ കയറി പിടിച്ചാലും ഇവനെ നമുക്കിപ്പോൾ ഞാൻ പറയാം, അപ്പോൾ നിനക്ക് അത്യാവശ്യം ഈമാനും എല്ലാം ഉള്ള ഒരുത്തരാണല്ലേ, അപ്പോൾ നീ എന്നിട്ടത് ചെയ്തല്ലേ, മോശമായി പോയില്ലടാ, ഭയങ്കര ഇതായിപ്പോയി, നിനക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇവന് നമ്മളിങ്ങനെ സംസാരിച്ച് ഇവനെ ഇളക്കാൻ തുടങ്ങി. കുറേ കാര്യങ്ങൾ ഇങ്ങനെ അവൻ്റെ എവിടെയാണ് പിടിച്ചാൽ നമുക്ക് അവന് കൊള്ളുന്ന അവിടെ പിടിച്ചാണ് നമ്മളീ പറയുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ച് ഒരു ഘട്ടം എത്തിയപ്പോൾ ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ എൻ്റെ മുഖത്തേക്ക് നോക്കി, ഞാൻ പറയുന്നത് നീ ഇത് ചെയ്തിട്ടില്ല, ഇതെന്ത് പറഞ്ഞാലും നീ ചെയ്തിട്ടില്ല, ആ മോഷണം നീ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നു. ഇതിപ്പോൾ നിൻ്റെ മനസ്സിൽ കയറിയിരുന്ന് ഞാൻ നീയായിട്ട് സംസാരിക്കുക, നിനക്ക് വേണ്ടി സംസാരിക്കും. ഞാൻ പറഞ്ഞ ശരിയല്ലേ എന്ന് ചോദിച്ചു. ശരിയാണ് സാറേ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് സങ്കടമായി. ഇവൻ പറഞ്ഞു, സാറേ ഞാൻ പിന്നെ എന്താ പറയുക 3 മാസം വാടക കൊടുത്തിട്ട്, അപ്പോൾ പിള്ളേരൊക്കെ ആകെ പുതിയ സ്കൂളിലൊക്കെ വിട്ടിട്ട് അവരുടെ ബുക്കും ബാഗും ഒന്നും മേടിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരെന്നെ സമീപിച്ചിട്ട് പറഞ്ഞ്, എടാ ഇതൊന്ന് ഏക്കുകയാണെങ്കിൽ, ഈ പണിയൊന്ന് ഏക്കുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ജാമ്യത്തിൽ ഇറക്കിക്കോളാം, നിനക്ക് 8,000 രൂപയും തരാം. അന്നത്തെ കാലത്താണ്, 2005-ലാണ്. ഈ 8,000 രൂപയും തരാം, നിന്നെ പിന്നെ ജാമ്യത്തിൽ ഇറക്കി തരാം, കേസും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വാടകയും കൊടുക്കാൻ, പിള്ളേരെ കാര്യവും നടത്താം, ചെയ്യാമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഏറ്റതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ ചെയ്തിട്ടില്ല എന്നും. ശരി. അപ്പോൾ ഇവൻ ഇത് പറഞ്ഞതിന് ശേഷം ഇവൻ കരഞ്ഞിട്ട് പറഞ്ഞു, സാറേ എന്നെ എങ്ങനെയെങ്കിലും ആ കേസിൽ പ്രതിയാക്കണം. സാധാരണ നമ്മൾ മനസ്സിലാക്കണം, എന്നെ എങ്ങനെയെങ്കിലും പ്രതിയാക്കല്ലേ സാറേ, കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ചെയ്തിട്ടില്ലെങ്കിലും ശരി, സാറേ എന്നെ ചെയ്യാത്തവരുത്തരം എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടണം സാറേ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അല്ലാത്തവരാണെങ്കിലും ചെയ്തവരാണെങ്കിലും അവർ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം സാറേ എന്ന് പറയുന്നിടത്ത് ഒരു കുറ്റകൃത്യം ചെയ്യാത്തവൻ എന്നോട് പറയാണ്, ഞാനത് ചെയ്തിട്ടുണ്ട്, എന്നെ പ്രതിയാക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ കള്ളത്തരം ചെയ്യല, നീ ഒരു കള്ളത്തരം ചെയ്യാത്ത ഒരുത്തൻ നീ ചെയ്തു എന്നും പറഞ്ഞ് എന്നോട് വന്ന് പറയുമ്പോൾ ഞാനത് അപ്പോൾ അവൻ എന്നെ പിടിച്ച് കയ്യും കാലും പിടിച്ച് നിലവിളിയായി, സാർ എങ്ങനെയെങ്കിലും ചെയ്യണം സാർ, 8,000 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞാണ്, എനിക്ക് ഒരുപാട് ഉപകാരപ്പെടുമത്, 3 മാസം വാടക കൊടുക്കാണ്ട് സാർ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. നിനക്ക് 3 പെൺകുട്ടികളല്ലേ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് 3 പെൺകുട്ടികളാണ്, അന്ന് 2 പേരേ ഉള്ളൂ, പിന്നീട് ഒരു പെൺകുട്ടി കൂടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും 2 പെൺകുട്ടികളാണ്, പിന്നെ നിൻ്റെ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോൾ നിൻ്റെ കുട്ടികളെ അവരുടെ കൂട്ടുകാർ വിളിക്കുന്നത് കള്ളൻ്റെ മകൾ വരുന്നു. നീ ഇന്ന് വരെ ഒരു മോഷണ കേസിലോ ഒരു ചെറിയൊരു പെറ്റി കേസിലോ പോലും പെടാത്ത ഒരുത്തനാണ്. നിൻ്റെ മക്കൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നീ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ അത് നിങ്ങൾ മനസ്സാവാച അറിയാത്ത കാര്യത്തിന് ആ കുട്ടികളോട് അവർ കൂട്ടുകാർ ഉൾപ്പെടെ പറയും, കള്ളൻ്റെ മോള് വരുന്നെന്ന് പറയും ഇല്ലെന്ന് ചോദിച്ചു. രണ്ടാമത് അവരുടെ ഒരു വിവാഹം വരുമ്പോൾ കള്ളൻ്റെ മകളുടെ കല്യാണമാണ്, ആ മക്കളുടെ കല്യാണം നടത്താൻ നിനക്ക് ബുദ്ധിമുട്ടാണ്. മൂന്നാമത് നീ ഇതെല്ലാം കഴിഞ്ഞ് നീ മരിച്ചു, നിൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്തുകൂടി നിൻ്റെ ഖബറിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ പറയുന്നത് കള്ളൻ ഇന്ന ആളുടെ ഖബറാണെന്ന് പറയും. എടാ ഒരുത്തൻ മോഷ്ടാവായാൽ ഞങ്ങളുടെ രേഖകൾ പ്രകാരം അവൻ മോഷ്ടാവ് തന്നെയാണ്, ആജീവനാന്തം അവൻ അങ്ങനെ തന്നെയാണ്. പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഏത് ഉദ്യോഗസ്ഥന്മാർ വന്നാലും നീ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, നീ ഇപ്പോൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഞങ്ങൾ സസ്പെക്റ്റുകളെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ട് നിന്നെ അടക്ക് വിളിപ്പിക്കാനും നിൻ്റെ വീട്ടിലടക്ക് വരാനും ഒക്കെ ഞങ്ങൾ നിൽക്കും. ഒരിക്കലുമില്ല, സത്യവിരുദ്ധമായൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ചെയ്തില്ല. അപ്പോൾ അവൻ വളരെ സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോയി. എനിക്കും എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അപ്പോൾ ഇവൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പോൾ നമ്മൾ വിഷമം തോന്നുമ്പോൾ നമ്മളെന്താ ചെയ്യുക, ആ വിഷമം പരിഹരിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് നമ്മൾ നോക്കും. ഞാൻ എൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് അപ്പോൾ 25-ാം തീയതി കഴിഞ്ഞ് 27, 28 ആയപ്പോൾ ഏതാണ്ട് ശമ്പളമൊക്കെ തീർന്ന് നമ്മളും ധൈര്യാവസ്ഥയാണ്. പോക്കറ്റ് കൈയിട്ട് നോക്കിയപ്പോൾ ഒരു 300 രൂപ ഉണ്ട്. ഇതെടുത്ത് ഇവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, പിള്ളേർക്ക് വല്ല ബിസ്ക്കറ്റോ സ്കൂളിൽ പോകാൻ വല്ല ബുക്കും എന്തായാലും നീ വാങ്ങിച്ചു, എൻ്റെ വലിയ ഇതേ ഉള്ളതെന്ന് പറഞ്ഞു. കൊടുത്തു പോയി. അത് 28-ാം തീയതി കഴിഞ്ഞ് 29-ാം തീയതി കഴിഞ്ഞ് 30-ാം തീയതി കഴിഞ്ഞ് ന്യൂ ഇയർ ഈവും ഒക്കെ കഴിഞ്ഞ് 1-ാം തീയതി ആയി. ന്യൂ ഇയർ ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് വരുവാണ്. അപ്പോൾ പോലീസുകാർക്കൊക്കെ വലിയ സന്തോഷമായി, ഇവനുമൊക്കെ അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബന്ധു ആ ഭാഗത്തുണ്ട്. അപ്പോൾ അവനിടയ്ക്ക് എന്നെ വിളിക്കും,
വസിക്കുക, അവിടെ ഇന്ന കാര്യമുണ്ട്, ഇവിടെ ഇന്ന കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അത്യാവശ്യം സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു രജനീഷ് എന്നും പറഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്ത് അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. അയാളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ ഡ്രൈവറുണ്ട്, ഇങ്ങനെ കുറേ പേര് എന്നെ സഹായിക്കാനുണ്ട്. അപ്പോൾ ഈ ബന്ധു ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ 1-ാം തീയതിയായി. അപ്പോൾ എനിക്ക് ഏകദേശം ഇവരെന്നെ ട്രാൻസ്ഫർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്കതിൻ്റെ സൂചനയൊക്കെ എനിക്ക് കിട്ടി. ഒരു പണി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ കമ്മീഷൻ ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിലാണ്. അപ്പോൾ അവിടെ നിന്ന് P3 CPO P3 CPO എന്ന് പറഞ്ഞ് P3 കൺട്രോൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. P3 എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ നമ്പറാണ്. P എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ, 3 എന്ന് പറഞ്ഞാൽ 3-ാം നമ്പർ. അപ്പോൾ 1-ാം നമ്പർ നമ്മുടെ ഫോർട്ട് കൊച്ചി സ്റ്റേഷൻ, 2-ാം നമ്പർ ഹാർബർ സ്റ്റേഷൻ, 3-ാം നമ്പർ മട്ടാഞ്ചേരി സ്റ്റേഷൻ, 4-ാം നമ്പർ കണ്ണമാലി സ്റ്റേഷൻ, 5-ാം നമ്പർ പള്ളുകുത്തി സ്റ്റേഷൻ. അപ്പോൾ P3 എന്ന് പറയുന്നത് 3-ാം നമ്പർ, P3 കൺട്രോൾ. അപ്പോൾ P3 ആൻസറിങ് ആ ഒരു തപാലുണ്ട്, ഒരു മെസ്സഞ്ചറെ ഇങ്ങോട്ട് വിടുക, അങ്ങനെ ഒരാളെ അങ്ങോട്ട് വിടാനോ പറയും. ഇത് ഞാനിങ്ങനെ പട്രോളിങ് നടത്തുന്നതിനിടയ്ക്ക് ഞാൻ ഈ പോലീസുകാരോട്ടൊക്കെ വലിയ കമ്പനി, എൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെല്ലാവരെയും കയ്യിലെടുക്കും. ഇനി ഇത്തിരി വീഴ്ചയുള്ളവനാണെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ എടുക്കും. അല്ലാത്തവരെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ അത്യാവശ്യം അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു ലീവ് കിട്ടുക, ഒരു പെർമിഷൻ, ഇനിയിപ്പോൾ ചോദിച്ചാൽ തന്നില്ലെങ്കിലും വേണ്ട, ചീത്ത പറയാതിരുന്നാൽ മതി, അതൊക്കെ അവർക്ക് ആവശ്യമുള്ളൂ. എന്താ പറയുക, കട്ടൊക്കെ കൂടെ നിൽക്കും. അത് പ്രത്യേകിച്ച് കൊച്ചിയിലെ പോലീസുകാർ. അപ്പോൾ ഇവന്മാരൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മെസ്സേജ് കേട്ട് ഞാൻ പറഞ്ഞെടാ എനിക്കുള്ള പണി തന്നെയുണ്ടെന്ന് പറയും. എന്ത് സാർ അത് എന്താ സാറേ? എടാ അതെൻ്റെ ട്രാൻസ്ഫർ ഓർഡറാണ് വന്നത്. പിന്നെ നീ കണ്ടു എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഇത് പോയി. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഈ മെസ്സേജ് ഇതൊക്കെ വന്നു, തപാൽ വന്ന് അവരോട് കൊടുത്തു. CIക്കുള്ള തപാലായിരുന്നു, CIക്ക് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ CI എന്നെ വിളിപ്പിച്ചു. CI വിളിപ്പിച്ചിട്ട് ഞാൻ ചെന്നു, വാ ഇരിക്കി. ഞാനിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം അറിയാമല്ലോ. ഞാനപ്പോൾ പതുക്കെ ഇരുന്നിട്ട് ചോദിച്ചു, സാറേ എനിക്കുള്ള പണിയായിരിക്കുമല്ലേ? ആണടാ അമ്മമാർ പറ്റിച്ച പണി, നിനക്ക് ട്രാൻസ്ഫറാണ് ട്രാഫിക്കിലേക്ക്. നമ്മൾ സാറില്ല സാറേ ഞാൻ പൊക്കോളാം, എന്താ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എന്താ പറയുക സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ പോലീസുകാർക്കൊക്കെ ഭയങ്കര ഇമോഷണലായി, ഭയങ്കരമായിട്ട് സങ്കടമായി. ഇവന്മാർ പറഞ്ഞു ഒരു 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 അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവന്മാർ കൂടുതൽ എൻ്റെ പ്രായമാണ്. കാരണം എനിക്കെന്നൊരു 33-34 വയസ്സ് കഷ്ടിയുള്ളൂ. ഇവർക്കും ഒക്കെ ഇവർ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് AR ക്യാമ്പൊക്കെ കഴിഞ്ഞ് ട്രാഫിക്കിലൊക്കെ കഴിഞ്ഞ് ലോക്കലിലേക്കൊക്കെ വന്ന പോലീസുകാരെ കൂടുതലും. അപ്പോൾ ഇവന്മാർ അവർക്കൊക്കെ വലിയ വിഷമം. അപ്പോൾ അവർ പറഞ്ഞ് സാറേ ഇത് ഭയങ്കര മോശം പരിപാടിയായിപ്പോയല്ലോ, ഒരു മോഷണം പിടിച്ചതിന് ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞാൽ ഈ മേലുദ്യോഗസ്ഥന്മാർ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തെണ്ടിത്തരമല്ലേ സാറേ? അതൊന്നും സാരമില്ലടാ, ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ എന്നിട്ട് അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഇതൊരു അംഗീകാരമായിട്ട് കാണുന്നു. ഞാനിവിടെ വന്ന് ഒരു പോലീസ് ഓഫീസറായിട്ട് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സ്റ്റേഷനാണ്. ഞാൻ ഈ സ്റ്റേഷൻ്റെ പടി ഇറങ്ങേണ്ടി വന്നത് ഞാൻ ആരും ഉപദ്രവിച്ചതിനോ ഞാൻ എന്തെങ്കിലും തെണ്ടിത്തരവോ മര്യാദകളോ കാണിച്ചതിനോ ഒരു ഇൻഡിസിപ്ലിൻ കാണിച്ചതിനോ അല്ല. ഞാൻ സത്യത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചു. ആ സത്യത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചു. എനിക്ക് ഞാനൊരു കേസ് കണ്ടുപിടിച്ചു. ആ കേസ് കണ്ടുപിടിച്ചാണ് എന്നെ ശിക്ഷിച്ചിരിക്കുന്നത്. എടാ നാളെ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയേക്കാം. മുഖ്യമന്ത്രിയുടെ മെഡൽ എൻ്റെ സർവീസ് തീർന്നവരെ കിട്ടിയില്ല കേട്ടോ. സർവീസ് തീർന്നതിന് ശേഷം എനിക്ക് മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടി. അപ്പോൾ സർവീസിന് ശേഷം 6 മാസത്തിന് ശേഷം ഞാൻ ഊരിയ യൂണിഫോം വീണ്ടും എടുത്തിട്ട് ഗോഡ്സ് ഗ്രേസ്. കാരണം റിവാർഡാണ് നമുക്ക് ദൈവം കാത്തു വെച്ചിട്ടുണ്ട്. കാവ്യനീതി ദൈവം 6 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ സർവീസിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക മരിച്ചു കിടക്കുകയാണെങ്കിൽ പോലും ഊരാൻ ആഗ്രഹിക്കാഞ്ഞ എൻ്റെ യൂണിഫോം 2025 ഏപ്രിൽ 30 ഞാൻ ഊരേണ്ടി വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ റിട്ടയറായി, ഞാൻ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ വേണം. ഞാൻ ആ ഊരിട്ട യൂണിഫോം 6 മാസം കഴിഞ്ഞ് വീണ്ടും ദൈവം എന്നെ എടുത്ത് അണിയിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ആ അടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് 3 സ്റ്റാറൊക്കെ വെച്ച് വീണ്ടും ചെന്നേച്ച് മുഖ്യമന്ത്രി ഇരിക്കുന്നത് വാങ്ങിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു കാവ്യനീതിയാണ്, ഗോഡ്സ് ഗ്രേസ്, ദൈവം തന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ ഞാൻ അവരോട് എന്താ പറഞ്ഞത്, എനിക്ക് നാളെ മുഖ്യമന്ത്രിയുടെ അവാർഡ് കിട്ടിയാലും ഇനി അതും കഴിഞ്ഞ് പ്രസിഡൻറ്റിൻ്റെ അവാർഡ് കിട്ടിയാലും ഞാൻ അതിനേക്കാൾ ഞാൻ വിലമതിക്കുന്നത് അന്നത്തെ എറണാകുളം DIGയുടെ നിർദ്ദേശപ്രകാരം ഗതികെട്ടിട്ട് അന്നത്തെ എറണാകുളം കമ്മീഷണർ ഇട്ട ഈ ഉത്തരവുണ്ടല്ലോ എന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, ഈ ഉത്തരവാണ് അംഗീകാരം. അല്ല, ഈ ഉത്തരവാണ് ഞാൻ അതിനേക്കാൾ വലുതായിട്ട് കാണിക്കുന്നത്. നാളെ പ്രസിഡന്റ് അവാർഡ് കിട്ടിയാൽ അതിനേക്കാൾ ഞാനൊന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഞാൻ ട്രാൻസ്ഫറായി ഞാൻ അവിടെ നിന്ന് പോവുക. ഈ പോകുന്ന ദിവസം ഞാൻ എല്ലാം കഴിഞ്ഞ് പോലീസുകാരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് വണ്ടിയിൽ കയറി നേരെ ട്രാഫിക്കിലേക്ക് പോവുകയാണ്. പോകാനായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അന്നത്തെ ഈ വട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്രൗഡഡാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെയാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വരുന്നവരും പോകുന്നവരൊക്കെ ഇവിടെ എന്തെങ്കിലും കിടക്കണമെങ്കിൽ അവിടെ വന്ന് നോക്കിയൊക്കെ നിൽക്കും. അതായത് ഈ സ്റ്റേഷൻ്റെ പുറത്തുള്ള കാണയുടെ ഈ സ്ലാബിന് പൊക്കം കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കാണയുടെ മുകളിൽ കയറി നിന്നാൽ ഈ അകത്ത് കിടക്കണ കാണാം. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഇവിടം വരെ കഴുത്തിൻ്റെ നെഞ്ചിൻ്റെ ഇടം വരെ വരുവുള്ളൂ മതിൽ. അപ്പോൾ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇവരെ കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി. എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ച് മറ്റവൻ്റെ പാർട്ടിക്കാരാണ്. അതായത് നേരത്തെ വന്ന നമ്മുടെ എസ് എ ദേഹം എന്നൊക്കെ വിളിക്കുന്ന അവൻ്റെ പാർട്ടിക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിൽ തോന്നിയത് ഞാൻ ശരി, ഞാൻ ആ വാക്ക് ഉദ്ദേശിക്കുന്നില്ല, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഒരു മോശം വാക്കാണ്. അവന്മാർ ഞാൻ പോണത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും ആ വാക്ക് ഒന്നുകൂടി മനസ്സിലിങ്ങനെ വിചാരിച്ച് ഞാൻ വണ്ടിയിൽ കയറി ഇങ്ങനെ പോവുക. അപ്പോൾ പോകുമ്പോൾ എനിക്കൊരു കോൾ വന്നു. നവാസിക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ബന്ധു എന്ന് പറയുന്നത്. നവാസിക അവിടെ നിന്ന് പോയല്ലേ? ഞാൻ പറഞ്ഞു പോടാ. നവാസിക അവിടെ പോയ സമയത്ത് പിന്നെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കാർക്ക് കൂടി ഒപ്പുണ്ടാകുന്നില്ല. അതുകൊണ്ടാകുന്ന മറ്റേ യൂസ്ലെസ്സുകളെല്ലാം ഒരു ഒപ്പുണ്ടാകുന്ന. നവാസിക, അതല്ല നവാസിക്കനെ കാണാമെന്ന് വെച്ചത്. അതേ, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അവൻ കഥ പറയുക. നമ്മൾ ഈ 300 രൂപയും കൊടുത്ത് വിട്ട കഥാപാത്രം, കള്ളനാകാൻ വന്ന കഥാപാത്രം പിറ്റേന്ന് പോയിട്ട് അവിടെ ഹാർബറിൽ പോയിട്ട് സങ്കടപ്പെട്ട് ഐസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടെ ഐസ് പൊട്ടിക്കുന്ന ഒരുത്തം വന്നിട്ട് പറയും, എടാ നീ എന്താടാ ഇന്നലെ ഒരു വമ്പോട്ടിൻ്റെ പണിയൊക്കെ കേൾക്കാൻ പോയിട്ട് നീ എന്താ കുറ്റിയിലായില്ലേ? കുറ്റി എന്ന് പറഞ്ഞാൽ ജയില്, കുറ്റിയിലായില്ലേ എന്ന് പറയുമ്പോൾ ഇല്ലടാ എന്ത് പറയാനാണ്, അവിടെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഞാനേ നവാസ് എന്നാ പേരാ സാറിൻ്റെ. ആറ് പറഞ്ഞ് നീ അങ്ങനെ മോശമൊക്കെ ഇട്ടാൽ നീ കബറി കിടക്കുമ്പോൾ വരെ നിന്നെ കള്ളെന്ന് വിളിക്കും, എൻ്റെ മക്കളെയൊക്കെ കള്ളെന്ന് വളർന്ന് വിളിക്കും. ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട് കയറ്റില്ലടാ, ഞാൻ പോകുന്നു. പിന്നെ പോരാൻ നേരത്തെ പുള്ളി എനിക്ക് നിൻ്റെ മക്കൾക്ക് ബിസ്ക്കറ്റ് മേടിച്ച് കൊടുത്തു, ബുക്ക് മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിരിക്കണം. 300 രൂപ തന്നടാ. അതിങ്ങനെ നമ്മുടെ പോക്കറ്റ് കൈയിട്ട് കാശെടുക്കണ കിറുക്കന്മാരെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കിറുക്കനുണ്ടോ എന്ന് അവർ പറഞ്ഞു. എന്നാൽ ആ മുതലിനൊന്നും കാണണമില്ല എന്ന് അവർ പറഞ്ഞിട്ട് അവർ ഹാർബറിലെ തൊഴിലാളികളെല്ലാം കൂടി എന്നെ ഒന്ന് കാണാൻ നിൽക്കുന്ന സീനിലാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട്. അവരാരെങ്കിലുമൊക്കെ അന്ന് വന്ന് നിന്നവരാരെങ്കിലുമൊക്കെ ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെന്നെ ഓർക്കുന്നുണ്ടാവും. എന്താ പറയുക, ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെ മട്ടാഞ്ചേരി സ്റ്റേഷൻ തന്നെയാണ്. പിന്നെ എന്താ പറയുക, കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയുന്ന പോലെ വർഷങ്ങൾക്ക് ശേഷം ആ സ്റ്റേഷനിൽ തന്നെ വന്നിട്ടാണ് ഞാൻ CA ആയിട്ട് പ്രൊമോഷനായിട്ട് പാലക്കാടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു അധികാരം എന്ന് പറയുന്നത് അത് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരാളെ അയാളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, അയാളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. അയാളെ നിരപരാധിയാണെന്ന് തോന്നി ഞാൻ അയാളെ പറഞ്ഞു വിട്ടു. അത് ആ സമയത്ത് എൻ്റെ കടമ അതാണ്, അല്ലാതെ അയാളെ ജയിലിലേക്ക് അയക്കില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് ചെയ്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും നമ്മൾ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് അത് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും വേറെ ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും അയാളൊരു പബ്ലിക് സർവൻ്റാണ്, അല്ലാണ്ട് അയാൾ ഒരിക്കലും ജനങ്ങളുടെ യജമാനനല്ല. അപ്പോൾ വരുന്ന ആ ജനത്തിന് അവരർഹിക്കുന്ന സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു നല്ല തുടക്കം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മട്ടാഞ്ചേരിയാണ്.